പലതരത്തിലാണ് യൂട്യൂബ് ബ്ലോഗർമാർ. 4 ഭാര്യമാരുണ്ടാവുക, എന്നിട്ട് 4 ഭാര്യമാരോടും കലഹിക്കുക, ഈ കലഹം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, അത് കാണാൻ കുറേ എന്താ ഞാൻ പറയേണ്ടതെന്ന് നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി നിങ്ങളുടേതായ കാഴ്ചപ്പാടിനനുസരിച്ച്. അങ്ങനെ കുറെ പേരും ഇത് കാണുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ മനസ്സിൽ നല്ലൊരു ചിന്താഗതി ഉണ്ടാവോ? ഒരു കോഗ്നിറ്റീവ് ലെവലിലുള്ള ഒരു വൈജ്ഞാനികമായ അല്ലെങ്കിൽ മൂല്യമുള്ള വാല്യൂ ഉള്ള ഏതെങ്കിലും തോട്ട്സ് ഉണ്ടാവോ, ചിന്ത ഉണ്ടാവോ? ഇല്ല. നിങ്ങളുടെ മൈൻഡ് അപ്പോൾ ബ്ലാങ്ക് ആയിരിക്കും, ചിലപ്പോൾ ബ്ലർ ആയിരിക്കും, ചിലപ്പോൾ ഡേഞ്ചറസ് സ്റ്റേജിലൂടെ പോകും. ആ സമയത്തുണ്ടാകുന്ന ഹോർമോണുകൾ നിങ്ങളുടെ കുട്ടിയുടെ ഉറക്കം കെടുത്തും. അപ്പൊ എന്ത് സംഭവിക്കുമെന്നറിയോ? കുട്ടിയെ നിങ്ങൾ 1 മണിക്കൂർ ഉപയോഗിച്ച് മുലയൂട്ടിയ കുഞ്ഞിന്റെ മാതാവ് ഉറങ്ങി. കുഞ്ഞ് ഭാഗികമായി ഉറങ്ങി. മാതാവ് എഴുന്നേറ്റ് പോരുമ്പോ ആദ്യ വ്യക്തിയായി കുഞ്ഞുകൂടി എഴുന്നേറ്റ് പോകും. കുഞ്ഞ് അപ്പൊ തന്നെ കരയാൻ തുടങ്ങും. അപ്പൊ മാതാവിന് വീണ്ടും അത് അസ്വസ്ഥതയായി മാറും. അടുത്ത ദിവസം മുലയൂടുമ്പോ മാതാവിന്റെ പ്രധാന പ്രതിസന്ധി എന്തായി മാറും? ഈ ചിന്തയും കൂടിയായി മാറും. ഫുൾ കറക്റ്റായി. വേറെ അസ്വസ്ഥതക്ക് വേറെ എവിടെ പോണ്ട. കുഞ്ഞിന് നേരത്തെ കിട്ടിയ ഉറക്കം കൂടി കളയും മാതാവ് മുലയൂട്ടിയാൽ. ആ മുലപ്പാൽ കുടിച്ചാൽ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയാൽ പോലും കുട്ടി വീണ്ടും ഉണർന്നു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് വേണം? മൈൻഡ്ഫുൾനെസ്സോടുകൂടെ ഫീഡ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ടൈപ്പിൽ നമ്മുടെ അറ്റൻഷൻ ഉള്ള രീതിയിലാണ് കുട്ടിയെ നാം ഫീഡ് ചെയ്യേണ്ടതും കുട്ടിയെ നാം വളർത്തേണ്ടതും കുട്ടിയുടെ കൂടെ സഞ്ചരിക്കേണ്ടതും. കുട്ടികളുടെ കൂടെ വളർന്നു വരുന്ന സമയത്ത് ഓരോ ഘട്ടങ്ങളിലും എന്ത് വേണം, എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് വിശാലമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് പഠിച്ചാൽ നമ്മുടെ വീടുകൾ മാറും, നാട് മാറും, കുട്ടികളുടെ ഭാവി മാറും. അത് നമുക്ക് ഞാൻ ശേഷം അത് വിശദീകരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു പോരുന്നത്, ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് ഒരു പാരന്റിന്റെ ജീവിതത്തിലെ പെരുമാറ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലവിങ് ആണ്. ലവിങ്ങിന്റെ സ്നേഹമാണ്. സ്നേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഫേർമ്നെസ്, നിലപാട്. ഫേർമ്നെസ് ഈസ് എ ലവ് ലാംഗ്വേജ്. അതൊരു സ്നേഹ ഭാഷയാണ്. ഒരു കുഞ്ഞ് അനാവശ്യമായി കരയുമ്പോൾ ആ സമയത്ത് നാം എന്ത് ചെയ്യുന്നു? അറ്റൻഷൻ കൊടുക്കുന്നില്ല. അതേസമയം ആവശ്യത്തെ എപ്പോഴും പരിഗണിക്കണം. ഒരു കുഞ്ഞ് മാതാവിനെ വിളിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ഞാൻ ഒബ്സർവ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുക? ഈ മാതാവ് ആ കുഞ്ഞ് ഈ 20 മിനിറ്റിനുള്ളിൽ 17-ലധികം തവണ ഈ മാതാവിനെ വിളിക്കുന്നുണ്ട്. ഈ മാതാവിനെ 17 തവണ ഈ 20 മിനിറ്റിനിടയിൽ ഈ കുട്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ മാതാവ് കേൾക്കുന്നില്ല. ഈ മാതാവിന് പരാതിയുണ്ട്. സാർ, ഞാൻ ഈ കുട്ടിയെ വിളിച്ചാൽ ഇവ വിളി കേൾക്കുന്നില്ല എന്ന് പരാതിയുണ്ട്. ഞാൻ ആ മാതാവിന്റെ ഇവർ രണ്ടാളെ മുഖത്തോട്ട് ചിരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ പരാതി ഒന്നുകൂടി പറയാമോ? അത് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു 20 മിനിറ്റ് നിങ്ങൾ ഒബ്സർവ് ചെയ്തിരുന്നു. ഈ 20 മിനിറ്റിനിടയിൽ നിങ്ങളെ ഈ കുഞ്ഞ് 17 തവണ വിളിച്ചത് ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 17 നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ല. അപ്പോ ആ മാതാവ് ചിരിച്ചു. നിങ്ങൾ എന്ത് പഠിപ്പിച്ചു ഈ കുഞ്ഞിനെ? നിങ്ങൾ കൊടുത്തതിന്റെ റിട്ടേൺസ് ആണ് ഈ ഒരു കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ ഇങ്ങനെ ഉണ്ടാകുന്നു പോലെ സ്ഥലം. എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ടത് അറ്റൻഷൻ. നമ്മുടെ കുഞ്ഞിൽ, ചെറിയ കുഞ്ഞ് കേൾക്കുന്നില്ല എന്നൊക്കെ പറയും. ഇപ്പൊ ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികളുള്ളവർ, നിങ്ങൾ ഈ കുഞ്ഞിനെ ആകെ കൊടുക്കേണ്ടത് എന്താ? ശ്രദ്ധ കൊടുത്താൽ തന്നെ അവർ ഏകദേശം ആക്സെപ്റ്റഡ് ആകും. അവർ ചിലപ്പോൾ അപ്പുറത്തിരുന്ന് ചെറിയ ചെറിയ കളികളൊക്കെ കളിക്കും. നിങ്ങളെ മൈൻഡിൽ ആ കുഞ്ഞുണ്ടോ? നിങ്ങളെ ചിന്തയിൽ ആ കുഞ്ഞുണ്ടോ? കുഞ്ഞിന് ധാരാളമാണ്. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു 20 മിനിറ്റ്, അരമണിക്കൂർ ആകുമ്പോൾ കുട്ടി ഡിസ്ട്രാക്റ്റഡ് ആകും. കുട്ടിക്ക് ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ടാവും. മാതാവിനെ തോണ്ടിക്കൊണ്ടിരിക്കും. ആ തോണ്ടുമ്പോൾ സ്നേഹത്തോടെ ആ കുഞ്ഞിന്റെ കൂടെ നിങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കുട്ടിക്ക് അത് അസ്വസ്ഥതമാണ്. സ്വാഭാവികമായും ഒരു കുഞ്ഞിന്റെ ശാരീരിക പ്രകൃതം എന്തായിരിക്കണം? ചലിച്ചുകൊണ്ടിരിക്കണം. കുഞ്ഞ് ചലിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് അതിന്റെ നോർമൽ. ചിലരൊക്കെ പറയും ഇത് പടച്ച് കളിക്കുന്നു. പടച്ച് കളിച്ചിട്ടില്ലെങ്കിലാണ് നിങ്ങൾ ഡോക്ടറെ കാണിക്കുകയും പരിശോധിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത്. അടങ്ങിയിരുന്നാലാണ്. ഒരു കുട്ടി അടങ്ങിയിരിക്കാൻ പാടില്ല. കുട്ടി ചലിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴെല്ലാം ഡോണ്ട് ഡു, ചെയ്യരുത് 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 എന്ന് പറയുന്നതിന് പകരം പെർമിഷൻ കൊടുക്കണം.
അപ്പോൾ ചില വീടുകളിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ സ്റ്റെയർ കോണിയൊക്കെ ഉള്ള, കോണി തന്നെയല്ലേ പറയാം അല്ലേ, കോണിയൊക്കെ ഉള്ള വീടുകളാകുമ്പോൾ പലയിടത്തും ഹർത്താലായി, എല്ലാ റൂമും ബ്ലോക്കായി. അങ്ങനെ അല്ല വേണ്ടത്. നിങ്ങൾക്ക് ഞാനിത് പറയുമ്പോൾ സംശയമൊക്കെ ഉണ്ടാവും, അങ്ങനെ അല്ലെങ്കിൽ കുട്ടി വീണാൽ കൊണ്ടുപോകാൻ ആളുണ്ടാവും എന്നൊക്കെ ചോദിക്കും. ചെയ്യേണ്ടത്, കുട്ടിക്ക് അങ്ങനെ കയറാൻ തോന്നുമ്പോൾ, സ്റ്റെയർ കയറാൻ തോന്നുമ്പോൾ നിങ്ങളൊന്ന് നിന്ന് കൊടുത്താൽ മതി, കൂടെ നിന്ന് കൊടുത്താൽ മതി, കെയർ ചെയ്താൽ. അങ്ങനെ അവർക്ക് ഒരു കുറഞ്ഞ സമയത്ത് ഉണ്ടാവുള്ളൂ, ഒരു അരമണിക്കൂറിൽ താഴെ അവരത് ചെയ്യുള്ളൂ. അതുവരെ വരെ കൂടെ നിന്ന് കൊടുക്കുക, കയറാനും ഇറങ്ങാനും ഒക്കെ നിന്ന് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ കോണി ബ്ലോക്ക് ചെയ്തോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആവശ്യമുള്ളപ്പോൾ, കാരണം ഇത് ഓരോന്നും ബ്രെയിൻ ജിമ്മാണ്. ഞാനത് ശേഷം പറയാനുണ്ട്. പാരന്റിങ് എന്ന് പറയുന്നത് ഒരു കോഴ്സായിട്ട് ചെയ്യേണ്ടതാണ്, അതിൽ നാം പഠിക്കേണ്ടതാണ് മൈൽ സ്റ്റോൺ. അഥവാ ഒരു കുഞ്ഞ് പ്രസവിച്ചതിന് ശേഷം കമിഴ്ന്ന് കിടക്കേണ്ടത് ഏത് പ്രായത്തിലാണ്, കമിഴ്ന്ന് കിടന്നാൽ ഒരു 10 സെക്കൻഡ് തല ഉയർത്തേണ്ടത് ഏത് പ്രായം വരെയാണ്, 30 സെക്കൻഡ് വരെ തല ഉയർത്താൻ കഴിയേണ്ടത് ഏത് ഏജിലാണ്, അതുപോലെ ഇരിക്കേണ്ടത് ഏത് ഏജിലാണ്, ഇരുന്നതിന് ശേഷം മുട്ടിട്ട് എഴേണ്ടത് ഏത് പ്രായത്തിലാണ്, ചന്തിയിട്ട് എഴേണ്ടത് എന്താണ്, അങ്ങനെ ഓരോന്നിനും മൈൽ സ്റ്റോൺ ഘട്ടങ്ങളാണ്. ഇത് ഓരോന്നും കുട്ടിയുടെ വളർച്ചാ ഘട്ടങ്ങളാണ്. അതായത് ബ്രെയിൻ ജിമ്മാണ്. ബ്രെയിൻ വികസിക്കാൻ ആവശ്യമായ ബ്രെയിൻ ജിമ്മ് കൂടിയാണ് ഇത് ഓരോന്നും. പിടിച്ചു നിൽക്കുക, പിടിച്ച് നടക്കുക, ഇതെല്ലാം അങ്ങനെ തന്നെ നടക്കണം. കുഞ്ഞ് നെഞ്ചിട്ട് എഴണം, ഇതെല്ലാം നടക്കേണ്ടതാണ്. ഇതെല്ലാം നടക്കുമ്പോഴും അത് ഓരോന്നിനുള്ളതാണ്. ഇപ്പൊ സംസാരം വികസിക്കാൻ ഉപകരിക്കുന്ന ഒരു ബ്രെയിൻ ജിമ്മാണ് കുട്ടിയുടെ നെഞ്ചിട്ട് എഴുതുക എന്ന് പറയുന്നത്. നെഞ്ചിട്ട് നീന്തി കളിക്കുന്നത് കാണില്ലേ ചെറിയ പ്രായത്തിൽ, അത് കുട്ടിയുടെ സംസാരം വികസിക്കാനുള്ള ഒരു ബ്രെയിൻ ജിമ്മാണ്. അതില്ലെങ്കിൽ പൂർണ്ണമായി സംസാരം ഇല്ലാതാകുമെന്നല്ല, ഇല്ലാതാകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ്. അപ്പൊ ഈ മൈൽ സ്റ്റോണുകൾ മനസ്സിലാക്കണം. അത് മുടങ്ങിയാൽ എന്താണ് പരിഹാരം ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം, വിശദമായി പഠിക്കണം. ഓരോന്നും വിശദമായി പഠിക്കുകയും പ്രയാസമുണ്ടായാൽ എങ്ങനെ പരിഹരിക്കണം എന്ന് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ തന്നെ ഏറെക്കുറെ ഇന്ന് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെല്ലാം പരിഹരിക്കാൻ നമ്മൾ രക്ഷിതാക്കൾക്ക് കഴിയും. ഒരു ശരിയായ ഒരു ഫിസിയോതെറാപ്പി, കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഒരു പാരന്റിന് കുട്ടിയെ എംപവർ ചെയ്യാൻ കഴിയും, എൻകറേജ് ചെയ്യാൻ, വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. അതാണ് സത്യം. അപ്പോ നമ്മുടെ കുട്ടികളുടെ സംസാരം വികസിപ്പിക്കേണ്ടത് എങ്ങനെ? പഠനം. കുട്ടികൾ പഠിക്കുന്നതാണ് സ്കൂളിൽ നിന്ന്, പക്ഷെ പഠനത്തിന് ആവശ്യമായ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ രക്ഷിതാക്കളാണ്. സ്കൂൾ ടീച്ചേഴ്സ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ ഒരു വിഷയം മാത്രമാണ്. അതിനേക്കാൾ എത്രയോ വലിയ ഒരു ഭാഗം ഡെവലപ്പ് ചെയ്യുന്നത് നാം രക്ഷിതാക്കളാണ്. നാം രക്ഷിതാക്കൾ അത് ഡെവലപ്പ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായാൽ നമ്മുടെ മക്കൾ പെട്ടെന്ന് വളരും. ഇത് ഞാൻ ഇത്രയും സമയം സംസാരിച്ചിരിക്കുന്നത് ഫിസിക്കൽ വളർച്ചയെ കുറിച്ചാണ്, ശാരീരിക വളർച്ചയെ കുറിച്ചാണ്, ഫിസിക്കൽ ഗ്രോത്തിനെ കുറിച്ചാണ്. ഇനി മൈൻഡ് ഗ്രോത്ത്, അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സബ്ജക്റ്റ്. മേജർ ചാപ്റ്ററുകൾ പറയാനുള്ളൊരു മൈൻഡ് എപ്പോഴും മൈൻഡ്ഫുൾനെസ് ഉള്ളതാവുക, കാംഫുൾ ആവുക, വളരെ കാമായിരിക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. ജോയ്ഫുൾ ആയിരിക്കണം ഒരു മാതാവിന്റെ മൈൻഡ് എപ്പോഴും. പ്രതിഫലം ലഭിക്കാൻ, സൃഷ്ടാവിൽ നിന്ന് പ്രതിഫലം ലഭിക്കാൻ, ഇങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെയാകുമ്പോ എന്താ ഗുണം? ഇപ്പൊ വീട്ടില് നാം പാചകം ചെയ്താൽ, വീട്ടില് നാം വീട് ശുദ്ധീകരിച്ചാൽ, വീട്ടിൽ നമ്മൾ അലക്കുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ, ഇത് എനിക്ക് എന്റെ സൃഷ്ടാവിൽ നിന്ന് പ്രതിഫലം കിട്ടും. അപ്പൊ നാം കാണണം, എനിക്ക് പ്രതിഫലം കിട്ടുന്നവരെ ഞാൻ കാണും. ഇതിന് സൈക്കോളജി ഉപയോഗിക്കുന്ന മറ്റൊരു ഫ്രേസ് ആണ്, മറ്റൊരു ടേം ആണ് സെൽഫ് ലവിങ്. എന്താ സെൽഫ് ലവിങ്? ഞാൻ എൻ്റെ വീട്ടു ജോലി ചെയ്യുന്നത് എൻ്റെ സുഖത്തിനാണ്, ഞാൻ എൻ്റെ സുഖത്തിന് വേണ്ടിയാണ് ഞാൻ അത് ചെയ്യുന്നത്. എന്താണ് എൻ്റെ സുഖം എന്ന് പറയുന്നത്? നിങ്ങളൊരു ഹൗസ് വൈഫാണ്, സങ്കല്പം. എൻ്റെ ഇടയ്ക്ക് പറയാനുണ്ട്, ഹൗസ് വൈഫ് എന്ന് പറയുന്നത് ഒരു
പ്രൊഫഷനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പസ്റ്റ് പ്രൊഫഷനാണ് ഹൗസ് വൈഫ് എന്നാണ്. ഞാൻ വ്യാഖ്യാനിക്കണം തോന്നരുത്, റിയാലിറ്റി അതാണ്. ഏറ്റവും വലിയ പ്രൊഫഷൻ ഏതാണ്? ഹൗസ് വൈഫാണ്. വെറുതെ പറയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർക്കൊക്കെ പ്രത്യേകിച്ചും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. മില്യനെയർ പുസ്തകങ്ങളിലെ ഒരു പുസ്തകമാണ് When Breath Becomes Air. When Breath Becomes Air. അതായത് ജീവിതം മരണമാകുമ്പോൾ എന്ന അർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ്. ഒരു ബ്രീത്ത്, നമ്മുടെ ശ്വാസം, അത് നിലച്ച് കേവലം കാറ്റായി പോകുന്ന ഒരു സമയം, മരിച്ചു പോകുന്ന ഒരു സമയം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അറിയപ്പെട്ട ബേസിക്കലി ഇന്ത്യൻസ് ആയ 2 ന്യൂറോളജിസ്റ്റ് ഡോക്ടേഴ്സിൻ്റെതാണ് ആ ഒരു പുസ്തകം. ആ പുസ്തകത്തിന്റെ ചുരുക്കം എന്താണെന്നറിയോ? അവരിൽ ലോകത്ത് അറിയപ്പെട്ട, US-ലാണ് അവർ പഠിക്കുകയൊക്കെ ചെയ്തു, ലോകത്ത് അറിയപ്പെട്ട 2 ന്യൂറോളജിസ്റ്റാണ്, 2 പേര്. അങ്ങനെ ചികിത്സയുമായി ഇങ്ങനെ പ്രഗത്ഭരായി പ്രശസ്തരായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ ഭർത്താവിന് ന്യൂറോളജിസ്റ്റായ അയാളുടെ പേരൊന്ന് ആ ഭർത്താവിന് രോഗം വന്നു, ലങ്സിന് ക്യാൻസർ വന്നു. അങ്ങനെ ക്യാൻസർ വന്ന് അദ്ദേഹം ചികിത്സയിലിരിക്കുകയാണ്. അപ്പോൾ വല്ലാത്തൊരു മാറ്റം അദ്ദേഹം മാറി. അപ്പോഴാണ് ഈ പുസ്തകം രചിക്കുന്നത്. അങ്ങനെ അവർ 2 പേരും കൂടി ആലോചിച്ചു, നമുക്കൊരു കുഞ്ഞു വേണ്ടേ, കുഞ്ഞു വേണം. അങ്ങനെ കുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിന്റെ കൂടെ ജീവിക്കുന്ന ഒരു സമയം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഞാൻ എന്തിനായിരുന്നു ഒരു ന്യൂറോളജിസ്റ്റ് ആയത് എന്നുള്ളത് ആലോചിച്ചു നോക്കുമ്പോൾ എൻ്റെ ലൈഫ് ഒരു മീനിങ്ലെസ് ആയി തുടങ്ങി. കുഞ്ഞിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഒരു ജോബ് തിരഞ്ഞെടുക്കുന്നത് ഒരു ലൈഫിന് വേണ്ടിയാകണമായിരുന്നു. ലൈഫിന് വേണ്ടിയാണ്, ഒരു ഫോർ ലൈഫ്. ജോബ് ചെയ്യുന്നത് എന്തിനാ? ജീവിക്കാൻ. ഇപ്പൊ ജീവിതം ഒന്ന് വേണം. അങ്ങനെ ഒരു ഒബ്ജക്റ്റ് വേണം ഒരു മനുഷ്യന്. ഒരു ഹ്യൂമൻ ബീയിങ് ലൈഫിൽ എന്ത് വേണം? ഒരു നമ്മുടെ ലൈഫ് എന്നൊരു ഒബ്ജക്റ്റ് വേണം. ആ ഒബ്ജക്റ്റിന് വേണ്ടിയാണ് വോൾക്കാർഡ്, അദ്ദേഹമാണ് ഈ ന്യൂറോളജിസ്റ്റ്. ബേസിക്കലി ഇന്ത്യൻസ് ആണ്, US-ലാണ് അവർ പഠിക്കുകയും വികസിക്കുകയൊക്കെ ചെയ്യുന്നത്, US-ലാണ്. അപ്പോ ഇവരുടെ ഒരു അനുഭവക്കുറിപ്പിൽ അവസാനം അവർ പറഞ്ഞു വെക്കുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഈ ഒരു കൂടി ജീവിക്കുന്ന ദാമ്പത്യ ജീവിതമാണ്. അതൊരു പ്രധാനപ്പെട്ട വൃത്തമായി മാറുകയാണെങ്കിൽ അതിനു വേണ്ടിയാണ് ഒരു ജോബ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി എല്ലാവരും ജോബ് ചെയ്യുമ്പോൾ അത് നിലച്ചു പോകുമ്പോൾ ശൂന്യതയുണ്ടാകും. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു ലൈഫ് സ്ഥിരപ്പെട്ടാൽ, ഇങ്ങനൊരു ലൈഫ് അവിടെ നമുക്ക് അവിടെ സ്ഥാപിക്കപ്പെട്ടാൽ, പിന്നെ ഒരാൾ മരിക്കുമ്പോഴും അയാൾക്കൊരു ആശ്വാസമുണ്ട്. മരിക്കുമ്പോഴും അയാൾക്കൊരു ആശ്വാസമുണ്ട്. ഇതാണ് അദ്ദേഹം അവസാനം പറഞ്ഞു വരുന്നത്. മരിക്കുമ്പോൾ നമുക്ക് മക്കൾ, ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവർ, അവരൊക്കെ ഉണ്ട് എന്ന ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യന്റെ മരണം പോലും മീനിങ് ഫുൾ ആകുന്നു എന്നാണ് അദ്ദേഹം അവസാനം പറഞ്ഞു വരുന്നത്. ഇങ്ങനെയാകുമ്പോൾ ഒരു പുരുഷൻ ജീവിതത്തിൽ ഈ ജീവിതം രൂപപ്പെടുത്താൻ വേണ്ടി മറ്റു ഫോർ ലൈഫുകളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ലേഡി എന്ത് സെറ്റ് ചെയ്യുന്നു? ഹോം മാനേജ്, ഹോം ഗവേണൻസ്, ഗൃഹ ഭരണം, അത് സെറ്റ് ചെയ്യും. ഒരു മീനിങ് ഫുൾ ലൈഫ് മോഡാണ്. ഈ ലൈഫ് മോഡ് വെച്ച് മനസ്സിലാകുമ്പോൾ ഏറ്റവും നല്ല പ്രൊഫഷൻ എന്താണ്? ഒരു ഹോം ഗവേണൻസ് എന്നതാണ് ഏറ്റവും വലിയ പ്രൊഫഷൻ. ഇത് വെറുതെയല്ല. കാരണം ഹോം ഗവേണൻസ് ഒരു മൾട്ടിപ്പിൾ ഫേസ്ഡ് ആയിട്ടുള്ള ഒരു ജോബ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഇതാണ്. കാരണം എന്താ? ഒരു ഭാഗത്ത് അയാൾ ഒരു ആർക്കിടെക്ട്, റൂം എങ്ങനെ ഭംഗിയാണ്. മറുഭാഗത്ത് ഒരു ഷെഫാണ്. പാചകം എന്ന് പറയുന്നത് മൾട്ടി ഇന്റലിജന്റ് ആണ് സ്ഥാപനം. ഇതൊക്കെ ഞാൻ വെറുതെ വ്യാഖ്യാനിച്ച് പറയുന്നതല്ല, ഒക്കെ ഉള്ളതാണ്. വി ജോസഫ് സാറിന്റെ അസോസിയേഷൻ ഫോർ ലേണിംഗ് ഡിസബിലിറ്റി ഇൻ ഇന്ത്യ, ഒരു ഓർഗനൈസേഷൻ ലീഡ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുന്നു. പറഞ്ഞ കുറച്ച് നോട്ട് നിങ്ങൾ ക്ഷമിക്കാറല്ലേ, ബുദ്ധിമുട്ടാകുന്നില്ലല്ലോ. അദ്ദേഹം ഒരു അനുഭവം പറയുന്നു. ഒരു കുട്ടി, ആ കുട്ടിയുടെ പേര് ഞാനിപ്പോൾ പരാമർശിക്കുന്നില്ല, അഥവാ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയാണെന്ന് കരുതുന്നത്. അപ്പൊ ഈ കുട്ടിയെ കൊണ്ടാണ് വരുന്നത്. ഈ കുട്ടിയുടെ പ്രശ്നം എന്താ? ഇപ്പോ 4ാം ക്ലാസ് പഠിക്കാൻ 9ാമത്തെ വയസ്സായിരുന്നു. പാരന്റ്സ് 2 പേരും ടീച്ചറാണ്. ഈ കുട്ടിയുടെ ഇപ്പോഴുള്ള പ്രശ്നം, ടീച്ചേഴ്സ് ഈ അടുത്ത് ഈ കുട്ടിയുടെ IQ ഇന്റലിജന്റ് ക്വോഷ്യന്റ് ചെക്ക് ചെയ്തപ്പോൾ ബിലോ 50 ആണ്.
ബിലോ 50 എന്ന് പറഞ്ഞാൽ അതിന്റെ സയൻസ് അനുസരിച്ച് ആ കുട്ടിക്ക് സ്കൂളിലോ അതൊന്നും പഠിക്കാൻ കഴിയില്ല, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടിയെ പറഞ്ഞേക്കണ്ട, തിരിച്ച് വീട്ടിലിരുത്തിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇവരാകും പരിഭ്രാന്തരായി. എന്താ പരിഭ്രാന്തരാക്കാൻ കാരണം? ഇവർ രണ്ടുപേരും ലവ് മാരേജ് ആണ്. ലവ് മാരേജ് ആയതിന്റെ പേരിൽ രണ്ടുപേരും അവരവരുടെ ഫാമിലിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആണ്. ഈ കുട്ടി ഇനി ആരാകും, ഞങ്ങൾ മരിക്കുമ്പോൾ ആരാകും, ഇത് ആലോചിച്ച് ഇവർ ഡിപ്പോസിറ്റായി. അങ്ങനെയാണ് സാറെടുത്ത് വരുമ്പോൾ. ഞാൻ സാറെടുത്ത് വരുമ്പോൾ സാറ് പുസ്തകത്തിലൊരു ഇതത് എഴുതുന്നുണ്ട്. സാർ ആ അനുഭവം അങ്ങനെ തന്നെ കൊണ്ടുവരും. ഞാൻ ആ സാറ് സെഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് സാറ് പറഞ്ഞ ഈ അടുത്തൊരു ദിവസമാണ് ആ കുട്ടിയുടെ മാരേജിന് വേണ്ടി, മാരേജ് എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് സാറ് വീട്ടിലേക്ക് കൊണ്ടുവരും. എന്തുകൊണ്ടാണെന്നറിയാം, വിശേഷം നമുക്ക് മനസ്സിലാവും. ഞാൻ പറയും, ഈ കുട്ടിയുടെ IQ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഈ കുട്ടിയെ പഠിപ്പിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കാനാണ് വരുന്നത് ഒരു ഞായറാഴ്ച ദിവസമാണ്. അങ്ങനെ ഞായറാഴ്ച ഒരു 10-11 മണിയുടെ അടുത്ത സമയത്ത് ഈ കുട്ടിയായിട്ട് വന്നു. കുട്ടിയെ കുട്ടിയുടെ ഔദ്യോഗികമായി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അവർ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ട് കൂടെ. ഈ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് നമ്മൾ സയൻസ് ഒരിക്കലും ഈ കുട്ടിയെ പഠിപ്പിക്കാമെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഈ കുട്ടിക്ക് പഠിപ്പിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞാൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നറിയാം. ഇവർ ഇന്ന് ഞായറാഴ്ച 3 പേരും ഈ ലോകത്ത് നിന്ന് സുഖലോക ലോകത്തേക്ക് ഒരു സുഖലോക യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി വരികയാണ്. 3 പേരും സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയാണ് വരുന്നത്. അപ്പോ ഒരു വാക്കിൽ ഇനി പൊലിയാൻ പോകുന്നത് 3 ജീവനുകളാണ്. എന്നാൽ സാധ്യതയുണ്ടെന്ന് പറയാൻ സയൻസിന്റെ യാതൊരു സാധ്യതയും കാണുന്നില്ല. എന്ത് ചെയ്യും? സാറ് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഏതായാലും ഈ സമയം നിങ്ങളൊരു ഷോ ഒക്കെ കണ്ടിട്ട് ഒരു കുട്ടി ഇവിടെ നിൽക്കട്ടെ. അപ്പോ ഈ കുട്ടി ഇവിടെ ഇരുന്നു. ഏകദേശം കുറച്ച് കുട്ടികൾ ആ സമയത്ത് അവിടെ റമഡി നടക്കുന്ന സെഷനിലുണ്ട്. അപ്പൊ സാറിങ്ങനെ ഒരു കുട്ടിയെ അസസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അസസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ശബ്ദമൊക്കെ നിലച്ചു. സാധാരണ കുട്ടികളുണ്ടാകുമ്പോൾ ശബ്ദം ഉണ്ടാകും. അവർ കളിക്കും, തമാശ പറയും, ചിരിക്കും, പാട്ടുപാടും, ബഹളം ഉണ്ടാകും, നോർമലാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഈ ബഹളമൊക്കെ നിന്നു. ബഹളം നിന്നപ്പോ സാർ നോക്കി, എന്ത് പറ്റി? ചെന്ന് നോക്കുമ്പോ ഈ വന്ന കുട്ടി 4ാം ക്ലാസ് കാരിയായ 9 വയസ്സുകാരി കുട്ടികളെല്ലാവരെയും അടിപൊളിയായിട്ട് മാനേജ് ചെയ്യണം. അവരെല്ലാം മാനേജ് ചെയ്ത് അവർക്കെല്ലാം പറ്റിയ ആക്ടിവിറ്റീസുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അവരെയൊക്കെ കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് കഴിയും. സാർ മനസ്സിൽ പുതിയൊരു ലഡുണ്ട്. എന്താണ്? ഈ കുട്ടിക്കൊരു ലൈഫ് സാധ്യതയുണ്ട്, ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഈ കുട്ടിയെ വളർത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് വീട്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യ ചോദിച്ചു, ആ ഈ കുട്ടി വന്നിട്ടുണ്ടല്ലേ? കുട്ടിയുടെ പേര് പറഞ്ഞിട്ട്, ആ നിനക്കെങ്ങനെ അറിയാം? അത് അവളിവിടെ വന്നിരുന്നു, അവൾക്ക് പാചകം ചെയ്യാൻ നന്നായിട്ട് അറിയാം. അപ്പൊ സാറ് പറഞ്ഞു, എന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി. കാരണം പാചകം ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര സ്റ്റെപ്പ് ഉണ്ട്? നിങ്ങളൊരു കറി ഉണ്ടാക്കണമെങ്കിൽ എത്ര സ്റ്റെപ്പ് ഉണ്ട്? ഒരുപാട് സ്റ്റെപ്പുകളാണ്. ഇത്രയും സ്റ്റെപ്പുകൾ കവർ ചെയ്യുക എന്ന് പറയുന്നത്, അത്രയും സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ഇന്റലിജന്റ് ആണ്, വലിയൊരു ബുദ്ധിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതുകൂടിയായപ്പോ സാറ് പറഞ്ഞു, ഇനി ഒന്നും നോക്കേണ്ടതില്ല. ഈ കുട്ടിക്ക് ലൈഫ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ഒന്നും ബേജാറാകണ്ടെന്ന് പാരന്റിനോട് പറയാനുള്ള ധൈര്യം വന്നു. ഇതാ ഞാൻ പറഞ്ഞത്, ഒരു ഹോം ഗവേണൻസിന്റെ ഭാഗമായി നാം ഒരു പാചകം ചെയ്യുമ്പോൾ, പാചകം ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? ഉണ്ടോ? ഇല്ല. നിങ്ങളൊക്കെ ഹൈലി ഇന്റലിജന്റ് ആണ്, വലിയ ബുദ്ധിയുള്ളവരാണ്. ഒരു ഹോം ഗവേണൻസ് പറയുന്നത്, ഒരു ഹൗസ് വൈഫ് എന്ന് പറയുന്നത് ചെറിയ ഒരു പ്രൊഫഷൻ അല്ല. ഞാൻ പറയുന്നത് വിത്ത് എവിഡൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോ ഈ രക്ഷിതാക്കൾ വന്നപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒട്ടും ഭയപ്പെടണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചോളൂ. പറ്റുമെങ്കിൽ അവൾക്ക് പാചകം ചെയ്യാൻ അറിയാമല്ലോ, അവൾ പാചകം ചെയ്യണം. അങ്ങനെ ഓരോ ആഴ്ചയിലും കുട്ടിയെ പുതിയ പാചകങ്ങൾ കണ്ടെത്തും. ഈ കുട്ടി അധിക സമയവും ടീച്ചേഴ്സൊക്കെ സ്റ്റാഫ് റൂമിലേക്ക് വിളിക്കും. എന്തിനാണെന്നറിയാം? ഈ ടീച്ചേഴ്സിന്റെ വീട്ടിലെ അടുത്ത ഞായറാഴ്ച ഏതെങ്കിലും ഗസ്റ്റ് വരാനുണ്ടെങ്കിൽ അന്ന് ഈ കുട്ടിയുടെ ഈ സംഗതി പറയുന്ന സമയത്ത് ഇന്നത്തതുപോലെ യൂട്യൂബ് ഒരു ഫെമിലിയർ ആകാത്ത കാലമാണ്. ഇന്ന് ഏത് പാചകം ഉണ്ടാകണം എന്ന് ചോദിച്ചാലും അത് എവിടെ ഉണ്ടാകും? യൂട്യൂബിൽ ഉണ്ടാകും. ഒരു കഞ്ഞി കേടായാൽ അതെങ്ങനെ പുതിയ പാചകമാക്കാന്ന് യൂട്യൂബിൽ ഉണ്ടാകും, നോക്കിയാൽ മതി. എല്ലാറ്റിനും യൂട്യൂബിൽ അവൈലബിളാണ്. അന്നതില്ലാത്തൊരു സമയമാണ്. അപ്പോ ഈ ടീച്ചേഴ്സൊക്കെ ആരെ വിളിക്കും?
ഈ കുട്ടിയെ വിളിക്കും. ഈ കുട്ടി ആരായി മാറിയെന്നറിയോ? ടീച്ചർ ഓഫ് ടീച്ചേഴ്സ് ആയി മാറി. എല്ലാ ടീച്ചറെയും പാചകം പഠിപ്പിച്ച ടീച്ചറായി ആര് മാറി? ഈ കുട്ടി മാറി. അങ്ങനെ ഏകദേശം 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു പുതിയ മാറ്റർ വന്നു. എന്താ? അടുത്ത വർഷം 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ്സിൽ ഈ സ്കൂളിൽ ഇതുവരെ 100% വിജയിച്ച അനുഭവമുള്ള സ്കൂളാണ്. അതുകൊണ്ട് ഇനി അടുത്ത വർഷം ഈ കുട്ടി എഴുതിയാൽ ഈ കുട്ടി പരാജയപ്പെടും. അങ്ങനെ പരാജയപ്പെട്ടാൽ ഒരുപാട് വർഷത്തെ നമ്മുടെ ഒരു പേര് നഷ്ടപ്പെടും. അതുകൊണ്ട് കുട്ടിയെ ഉപേക്ഷിക്കണം, ഒഴിവാക്കണം. അപ്പൊ ഇത് സാറെടുത്ത് വന്ന് പറഞ്ഞപ്പോൾ സാറ് ചോദിച്ചു, നിങ്ങൾക്ക് കുട്ടി തോറ്റാലല്ലേ പ്രശ്നമാണ്, തോൽക്കെപ്പോഴാ? രജിസ്റ്റർ ചെയ്താലല്ലേ? രജിസ്റ്റർ ചെയ്യണ്ട, നമുക്കപ്പോൾ നോക്കാം. അങ്ങനെ തുടരാൻ തീരുമാനിച്ചു. ആ SLC വർഷവും കുട്ടി സ്കൂളിൽ തുടരുകയാണ്. ഈ രജിസ്റ്റർ ചെയ്യുന്നതിനോട് അടുത്തായിരുന്നു അപ്പോൾ സ്കൂളിന് ഒരു യുവജനോത്സവിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ സ്കൂളിന് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ലഭിക്കുന്നത്. സ്കൂൾ ഫസ്റ്റ് ലഭിക്കുന്നത് കുട്ടിയുടെ ഒരു ഐറ്റംസിൽ ആ ഒരു പോയിന്റിലാണ് കുട്ടിക്ക് ഫസ്റ്റ് ലഭിക്കുന്നത്. അത് എല്ലാവരെയും വല്ലാതെ ഉൾപ്പുളകം കൊള്ളിച്ചു. അപ്പോൾ അത് അന്ന് വന്നിരുന്നു. ഉടനെ പിറ്റേ ദിവസം തന്നെ ടീച്ചേഴ്സ് എല്ലാവരും സ്റ്റാഫ് മീറ്റിംഗ് ചേർന്നിട്ട് തീരുമാനിച്ചു, 10ാം ക്ലാസ് എന്ന 100% വിജയം എന്ന ആ ഒരു 100 മേനി പുഴയാനും കുഴപ്പമില്ല, ഈ കുട്ടി പരീക്ഷ എഴുതണം. കുട്ടിയെ രജിസ്റ്റർ ചെയ്തു. ഓരോ സബ്ജക്റ്റിൽ മാത്രം സ്ക്രൈബ് വെച്ച് എഴുതി, ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും കുട്ടി ഒറ്റയ്ക്ക് എഴുതി. ആ സ്ക്രൈബ് വെച്ച് എഴുതിയത് മാത്രം മാർക്ക് കുറഞ്ഞു, ബാക്കി എല്ലാത്തിലും നല്ല മാർക്കോടുകൂടി കുട്ടി വിജയിച്ചു. ആ കുട്ടിയുടെ വിവാഹമാണ് പിന്നീട് സാറുടെ വീട്ടിൽ വെച്ച് എൻഗേജ് ചെയ്തു. ഇന്ന് തൃശ്ശൂരിലെ സ്റ്റേറ്റ് ഹൈവേയുടെ പരിസരത്തുള്ള വലിയ ഒരു സ്ഥാപനം നടക്കുകയാണ്. ഡിഗ്രി പഠിച്ച് പാസ്സായതിനു ശേഷം ബിലോ IQ ടെസ്റ്റ് ചെയ്തിട്ട് ബിലോ 50 ആണ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ സ്ഥിതിയാണ് ഞാനിപ്പോ പറഞ്ഞത്. അതിൽ ഞാൻ ഇടയ്ക്ക് 2 കാര്യം പറയുന്നു. ഒന്ന്, ഒരു ഹോം ഗവേണൻസ്, വീട് ഭരിക്കുക എന്ന് പറയുന്നത്, ഒരു പാരന്റ് ആവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരു നാട് നാളെ എങ്ങനെയാകണമെന്ന് തീരുമാനിക്കാൻ അധികാരമുള്ളവരാണ് നാം. നമ്മുടെ മക്കളെ എങ്ങനെ വളർത്താമെന്ന് നമ്മൾ പഠിച്ചാൽ, എങ്ങനെയാണ് ഒരു ഗൃഹഭരണം നടത്തേണ്ടതെന്ന് പഠിച്ചാൽ നാം മാറും. നമ്മൾ മാറിയാൽ നമ്മുടെ നാട് മാറും, നാളെ നമ്മുടെ മക്കൾ മാറും, നാളെ വലിയൊരു സാധ്യത. മറ്റൊന്ന് ഞാൻ ഇടയിൽ പറഞ്ഞു വെച്ചൊരു വിഷയം, അത് അങ്ങനെ തന്നെ പറയാൻ കാരണം, മക്കൾക്കൊക്കെ പലപ്പോഴും ഏതെങ്കിലും വിഷയത്തിൽ ഒരു കുറവ് കാണുമ്പോഴേക്ക് അവർ കൊള്ളില്ല എന്ന് നമുക്ക് തോന്നരുത്. ഒരു ഇസ്ലാമിക് കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ, ഒരു തികഞ്ഞ സൃഷ്ടാവാണ് നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ പടച്ചിരിക്കുന്നത്. യഥാർത്ഥ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവ് ഒരു സമ്പൂർണ്ണനാണ്. എങ്കിൽ എല്ലാ മനുഷ്യർക്കും ഇടമുണ്ട് ഇവിടെ. സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഇടമുണ്ട് ഈ പ്രപഞ്ചത്തിൽ. ഇനി പോട്ടെ, നിങ്ങൾ അപ്ഡേറ്റഡ് സൈക്കോളജിയുടെ ലാംഗ്വേജ് കോൺസെപ്റ്റിൽ നിന്ന് പറയാം. അപ്ഡേറ്റഡ് സൈക്കോളജി പറയുന്നതിന്റെ പ്രയോഗം തന്നെ എന്താണ്? ഈ സർക്യൂംസ്റ്റൻസസ്, ഈ പ്രകൃതി വെരി ബ്യൂട്ടിഫുൾ ആണ്, ഗ്രേറ്റ്ഫുൾ ആണ്, വളരെ അത്ഭുതകരമാണ്. നിങ്ങൾ പ്ലാനറ്റോറിയം കണ്ടിട്ടില്ലേ? പ്ലാനറ്റോറിയത്തിലൊക്കെ പോയി 1 മണിക്കൂർ നിങ്ങൾ ആ ഷോ ഒന്ന് കണ്ടാൽ അറിയാം ഈ പ്രപഞ്ചം എത്ര ഭംഗിയുള്ളതാണ്, എന്തുമാത്രം ഭംഗിയോടെയാണ് ഒരു പ്രഭാതം ഉണ്ടാകുന്നത്, ഒരു പ്രദോഷം ഉണ്ടാകുന്നത്, രാത്രിയും പകലും ഉണ്ടാകുന്നത്. എത്ര അത്ഭുതമാണ്! ഓരോന്നും അത്ഭുതമാണ്. നിങ്ങൾ ബോട്ടണി എടുത്ത് പഠിച്ചു നോക്കൂ. ബോട്ടണിയുടെ ഓരോ ഭാഗവും ഈ പ്രപഞ്ചത്തിൽ ഓരോ പുൽക്കുടി പോലും അത്ഭുതമുള്ളതാണ്. ആ അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണ് മനുഷ്യൻ. എങ്കിൽ ആ മനുഷ്യൻ പ്രത്യക്ഷത്തിലെ ഏത് തരം പ്രയാസങ്ങൾ നേരിടുമ്പോഴും ആ മനുഷ്യന് ഈ പ്രപഞ്ചത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ ഇടമുണ്ട് എന്നത് ഒരു പരമസത്യമാണ്. അവിടെ സൈക്കോളജി ഉപയോഗിച്ചൊരു ലാംഗ്വേജ് ഉണ്ട്, ഒരു വേർഡ്. എന്താ വേർഡ്? ഐ ആം വൺ വിത്ത് ദ വെരി പവർ that power created me എന്നാണ് ആ പ്രയോഗം. ഇപ്പൊ ഞാൻ ഉദ്ധരിച്ച വാചകം ലൂയിസ് എൽ ഹേയുടെ ഒരു പുസ്തകത്തിൽ നിന്നാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റ് ചെയ്യപ്പെട്ട യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന പുസ്തകത്തിലെ കമന്റ് ആണ് ഞാൻ എടുത്തുദ്ധരിച്ചത്. അതായത് മനുഷ്യ ജീവിതം അങ്ങനെ കുട്ടികളിലെ ചെറിയ ന്യൂനതകൾ കാണുമ്പോഴേക്ക് ആ ന്യൂനതകളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം ആ കുട്ടിയുടെ യുണീക്ക്നെസ്, ആ കുട്ടിയുടെ അത്ഭുതത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ നമുക്ക് നമ്മുടെ മക്കളെ വളർത്തി വലിയ രാജകുമാരന്മാരാക്കി ഉയർത്താൻ പറ്റും. നമ്മുടെ കൊച്ചുകുടിയിൽ ജനിച്ചു വീഴുന്ന കുട്ടിയാണെങ്കിൽ പോലും അവൻ രാജകുമാരിയാണ് എന്നതാണ് സത്യം. അവിടെ നമ്മളായിട്ട് വരകൾ മാറ്റാതിരുന്നാൽ മതി. അവന്റെ വരകൾ വലുതാണ്, സംശുദ്ധമാണ്, വളരെ വലിയ വൃത്തമാണ്.
ആ വൃത്തത്തിൽ നമ്മളായിട്ട് വരകൾ മാറ്റി വരക്കാതിരുന്നാൽ തന്നെ അത് പൊങ്ങി മേലോട്ട് പോയിക്കൊണ്ടിരിക്കും. അവരെല്ലാം ഈ നാടിന്റെ വലിയ സാധ്യതയുള്ളവരാണ്. ഈ സ്കൂളിലെ മുതിർന്ന വിദ്യാർത്ഥികളുടെ കൂടെ ഞാൻ ഇരുന്നിരുന്നു 1 മണിക്കൂറിനടുത്തൊരു സമയം. ഞാൻ തീർത്തു പറയുന്നു, ഈ ഇരിക്കുന്ന രക്ഷിതാക്കളായ നാം, ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളായ നാം അവരുടെ കൂടെ സഞ്ചരിക്കാനും മനസ്സിലാക്കാനും ഇതുപോലെ ഒരു മാസത്തിൽ ആവശ്യമായ അളവിൽ കൂടിയിരുന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സന്നദ്ധമാണോ നമ്മുടെ മക്കൾ ഉന്നതങ്ങളിൽ? ഇനി ഞാൻ അതിന്റെ കൺക്ലൂഷനിലേക്ക് വരാം. വല്ലാതെ ദീർഘിപ്പിക്കുകയില്ല, കുറഞ്ഞ ഭാഗങ്ങൾ കൂടി പറയാം. നിങ്ങൾക്ക് ഈ സമയത്തൊക്കെ സംശയങ്ങളൊക്കെ ചോദിക്കണം. എന്ത് സംശയം ചോദിക്കും? ഞാൻ പറയുന്നത്, ഒരു പാരന്റിങ് എപ്പോഴാണ് കൃത്യമാകുന്നത്? ഒരു പാരന്റിങ് എപ്പോഴാണ് ശരിയാകുന്നത്? ഇങ്ങോട്ട് വരണമെങ്കിൽ ഇങ്ങോട്ട് വരണം. സന്തോഷം. അവിടെ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രയാസം സൃഷ്ടിക്കുന്ന മേഖലയെ കുറിച്ച് ചോദിക്കാം. പാരന്റിങ്ങുമായി തോന്നിട്ട്. So my question is determination a bad habit? If so, the people may or the kids may enter a journey or start a journey with determination and end up with success or failure. So if it's a failure, how to make our kids to accept the failure and go forward? Yes. ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ ഒന്ന് പറയാം. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു വിഷയമാണ്, നമ്മൾ ഈ മക്കളെ സ്നേഹം കൊടുത്ത് വളർത്തിയാൽ ഈ സ്നേഹമല്ലാത്തൊരവസ്ഥ കുട്ടികൾക്ക് കിട്ടുമ്പോൾ, ഒരു പരാജയം കിട്ടുമ്പോൾ, ഒരു പ്രതിസന്ധി കിട്ടുമ്പോൾ അവരെങ്ങനെയാണ് അത് മറികടക്കുക? ഓക്കെ, അവരെങ്ങനെ അത് മറികടക്കും? മനസ്സിലായി? ഇവിടെയുള്ള ഉത്തരം, ഒരു പാരന്റ് ക്ലിയർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു പാരന്റ് കൂടെ നിൽക്കുമെങ്കിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും ആ കുട്ടിക്ക് അത് മറികടക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ തിയറി. ഇനി ഇതിന്റെ പ്രാക്ടിക്കൽ വരണം. അതായത് ട്രെയിനിങ് എങ്ങനെയാണ്? എന്താണ് ട്രെയിനിങ്ങിന്റെ അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ട്രെയിനിങ്ങിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഒരു ട്രെയിനർ ട്രെയിനിയെ ഏത് ഒബ്ജക്റ്റ് ആണോ നാം ട്രെയിൻ ചെയ്യുന്നത് അത് ആ ആൾക്ക് അച്ചീവബിൾ ആകുന്നത് വരെ, ലഭ്യമാകുന്നത് വരെ തുടർന്നു പോകുന്ന പ്രോസസ്സാണ് ട്രെയിനിങ്. ഈ ട്രെയിനിങ്ങിലൂടെയാണ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുക. ഇവിടെയാണ് തിയറി എന്താ അറിയോ? ഒരിക്കലും പ്രയാസം എന്ന് പറയുന്നത് എന്താകുമെന്ന് പറയാൻ പറ്റൂല. ഫെയിലിയർ, പരാജയം എന്ന് പറയുന്നത് ഏത് മേഖലയിലെന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പരാജയം നമ്മളായിട്ട് സൃഷ്ടിക്കേണ്ടതില്ല. നാം എന്ത് സൃഷ്ടിച്ചാൽ മതി എന്നറിയോ? ഒരു പേഴ്സൺ, സപ്പോർട്ടീവ് പേഴ്സൺ. ഏറ്റവും ബിഗ്ഗസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഒരു പാരന്റിന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറയുന്നത് സപ്പോർട്ടീവ് പേഴ്സൺ. ബി എ സപ്പോർട്ടീവ് പേഴ്സൺ. നിങ്ങൾ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത ഒരാളാവുക എന്നതാണ് ഏറ്റവും വലിയ, വളരെ പ്രൊഫഷണൽ ആയ ഒരു പാരന്റിന്റെ മോഡൽ സപ്പോർട്ടീവ് പേഴ്സൺ എന്നത്. എല്ലാം കെട്ട് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയോട് ചോദിക്കുന്നു, ഇനി നാം എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ ആ കേൾവി അത്രയും കൃത്യമായിരിക്കും. ഇടപെടാൻ പാടില്ല, മാർഗനിർദ്ദേശങ്ങൾ ഫസ്റ്റ് തന്നെ കൊടുക്കാൻ പാടില്ല. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ലിസണിങ് മാത്രം. ലിസണിങ് കംപ്ലീറ്റഡ് ആയതിനു ശേഷം ഇനി പറയുന്ന വാചകങ്ങൾ കുറെ എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. ഇത് പരിശീലിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾ റിയൽ മാറ്റർ കൊണ്ടുവരണം. സാധാരണത്തിൽ ഇതേ ചോദ്യം എങ്ങനെ ചോദിക്കുകയാണ്? ബൈ ഇൻസിഡന്റ് ചോദിക്കുകയാണെന്ന് വെക്കുക. ഇപ്പൊ എന്റെ കുട്ടിക്ക് ഇന്നതാണ് എക്സ്പീരിയൻസ്, അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ഫെയിലിയർ എക്സ്പീരിയൻസ് എന്റെ കുട്ടിക്കുണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്നാണ് സാർ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ കാണിച്ചു, റിയൽ മാറ്റർ കാണിച്ചു, ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോ ഈ കേൾവി പൂർത്തിയായതിനു ശേഷം ആ കുട്ടിക്ക് ഓഫർ ചെയ്യുന്നു, മോനെ ഞാനുണ്ട് കൂടെ, മോളെ ഞാനുണ്ട് കൂടെ, നമുക്കൊന്നിച്ച് പരിഹരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ഏത് തെറ്റ് ചെയ്താലും തെറ്റിനെ ന്യായീകരിക്കുന്നാണോ? അല്ല. കുട്ടി തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ നമ്മൾ ന്യായീകരിക്കുന്നാണോ? അല്ല. തെറ്റാണ് ചെയ്തതെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. തെറ്റാണ് ചെയ്തതെങ്കിൽ തെറ്റ് എന്നത് ഒരു മനുഷ്യൻ ഫെയിലിയർ അതെന്തല്ല. ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ ഫെയിലിയർ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നതാണ് ശരി. എപ്പോ നാം പഠിക്കാൻ സന്നദ്ധമാണെങ്കിൽ ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ഇസ് എ സ്ട്രോങ് നോളജ് ആണ്.
അതായത് ഒരു പരാജയം എന്ന് നാം വിളിക്കുന്ന സാധനം സത്യത്തിൽ അതെന്താണ്? ഒരു ലേണിംഗ് മെറ്റീരിയലാണ്. ഈ ലേണിംഗ് മെറ്റീരിയൽ അത് പഠനത്തിന് വിധേയമാക്കുന്ന സമയത്ത് അതൊരു വലിയ വിജയമാണ്. ഇതാണ് ശരിക്കുള്ള ഐഡിയോളജി. ഞാൻ ഐഡിയോളജിയോടൊപ്പം ഒക്കെ കുറച്ച് പ്രയാസമാണ്, സാറിന് ഇടപെടട്ടെ, ഇനി സന്തോഷമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നാം പാരന്റിങ് പോകുന്ന സമയത്ത് പാരന്റിങ് എപ്പോഴാണ് കറക്റ്റ് മോഡാകുന്നത്? ഇതുപോലെ ചോദിക്കാനുള്ള ഒരു ഇടവേള തന്നെ ഇപ്പൊ തന്നെ ചോദിക്കട്ടെ. പാരന്റിങ് എപ്പോഴാണ് ശരിയാകുന്നത്? ശരിയാകുന്നത് ഈ പാരന്റിങ് നടത്തുന്ന പാരന്റിനും ആ പാരന്റിങ് കിട്ടുന്ന കുട്ടിക്കും, ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടല്ലോ, ഈ രണ്ടു പേർക്കും ഒരുപോലെ ഹാപ്പിനെസ് ഫീൽ ചെയ്യണം. ഒന്ന്. കണ്ടീഷൻ 2 എന്താ? നാം ഉദ്ദേശിക്കുന്ന ഔട്ട്കം ലഭിക്കണം. അഥവാ കുട്ടി അക്കാദമിക് പെർഫോമൻസിൽ ഉന്നതനാകണം. കുട്ടിയുടെ ലൈഫ് സ്റ്റൈൽ അത് വളരെ പെർഫോംഡ് ആകണം, വളരെ ഭംഗിയാകണം. കുട്ടിയുടെ സ്കില്ലുകൾ ഫുള്ളി ഡെവലപ്പ് ആകണം, മുഴുവനായിട്ട് ഡെവലപ്പ് ആകണം. ഈ രണ്ട് എലമെന്റ്സ് പൂർത്തിയാകുമ്പോഴാണ് പാരന്റിങ് കൃത്യമാകുന്നത്. പാരന്റിങ് നമ്മൾ കൃത്യം ഉഷാറാക്കാൻ കുട്ടിയെ പഠിപ്പിക്കുന്നു, കുട്ടി കഷ്ടപ്പെടുന്നു, അത് റോങ് ആണ്. നാം കഷ്ടപ്പെടുന്നു, അതും റോങ്. കുട്ടി കഷ്ടപ്പെടുന്നതും റോങ് ആണ്, നാം കഷ്ടപ്പെടുന്നതും റോങ്. ഇപ്പൊ പലപ്പോഴും പഠനം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു കുറേയൊക്കെ വളരെ ജീർണിച്ചു പോകുന്ന അല്ലെങ്കിൽ ശിഥിലമായി പോകുന്ന ഒരു മേഖലയാണ് എന്ന് ഞാൻ പലപ്പോഴും വിലയിരുത്തുന്നു. അതായത് ലോകാടിസ്ഥാനത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ പഠനം, ദൈർഘ്യമേറിയ സമയം പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരാണ് നാം ഇന്ത്യൻസ്. ഏറ്റവും ദൈർഘ്യമേറിയ സമയമാണ് നമ്മൾ പഠനത്തിന് ഉപയോഗിക്കുന്നത്. എന്നിട്ടോ ഈ സ്കൂളിംഗ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ട്യൂഷൻസ്. ഇത് വ്യാപകമാണ്, ഇതൊരു തരം അർത്ഥശൂന്യമാണ്. ഞാൻ പറയുന്നു, നമ്മുടെ പാരന്റിങ് ഇതും കൂടെ ചേർന്നിട്ടുള്ള ഒരു എലമെന്റാണ് സ്കൂളിംഗ് എങ്കിൽ ഒരിക്കലും സ്കൂളിങ്ങിന് ശേഷം ഒരു കുട്ടിക്ക് ട്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്പൺ ആവുകയില്ല. നിങ്ങളൊന്നൊരു കുട്ടിയുടെ സ്ഥലത്ത് നിന്ന് ആലോചിച്ച് നോക്ക്. രാവിലെ തുടങ്ങിയതാണ് ഈ ഏർപ്പാട്, വൈകുന്നേരം എല്ലാം കൂടെ ആയി സൂര്യാസ്തമയ സമയത്ത് ഒന്ന് ഡ്രസ്സ് വരാൻ കിട്ടുന്ന ഒരു സമയമാകുമ്പോൾ അപ്പോൾ വീണ്ടും ട്യൂഷൻ. എന്തൊരു ബുദ്ധിമുട്ടുണ്ടാവും ആ സമയത്ത് മാനസികാവസ്ഥ ആലോചിച്ചു. ഇതൊരു ലേണിംഗ് മോഡല്ല, ഇതൊരു സ്റ്റാൻഡേർഡ് മോഡല്ല. ഐ വിൽ ഷോ. നമ്മൾ പാരന്റ്സ് സപ്പോർട്ടാണെങ്കിൽ, പാരന്റ്സ് റെഡി ആണെങ്കിൽ, ഞാൻ കാണിച്ചത് ഏറ്റവും ബാക്ക്വേർഡ്നെസ് ഉപയോഗിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഹാപ്പി ആയിട്ട് അവർ പഠിക്കും. അവർക്ക് അച്ചീവബിൾ ആകാൻ നേടാൻ പറ്റുന്നതിന്റെ മാക്സിമം ലെവലിൽ അവർ നേടുകയും ചെയ്യും. അതോടൊപ്പം അവരുടെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, അവരുടെ സ്വഭാവം അത് ടോപ്പായിരിക്കും. അവർ ഒരു സമൂഹത്തിൽ ഇടപെടുമ്പോൾ അവർ നല്ല രീതിയിൽ ഇടപെടും, നല്ല മൂല്യമുള്ള രീതിയിൽ അവർ ഇടപെടും. അവർ നല്ലൊരു സാമൂഹ്യ സൃഷ്ടിപ്പിന് അവർ കാരണക്കാരാകും. നമ്മളും ഹാപ്പിയാകും, നമ്മുടെ മക്കളും ഹാപ്പിയാകും. ഇതാണ് ശരി. ഇവിടെ അതിന് വേണ്ടത് എന്താണെന്ന് അറിയോ? മക്കളെ നാം എപ്പോഴും ബ്ലെയിം ചെയ്യരുത്. നിങ്ങൾ വീട്ടിൽ വരുന്ന മക്കളോട്, നിങ്ങൾ ഇന്നും ഈ സദസ്സിലിരിക്കുന്നത്, ഞാൻ ആരെയും ബ്ലെയിമിങ് ഫീൽ ചെയ്യാതിരിക്കാനാണ്, ഹാൻഡ് റൈസ് ചെയ്യാനൊന്നും പറയാത്തത്. കാരണം പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യണം. റെസ്പെക്ട് ചെയ്യുന്ന പാരന്റ്സിനോട് എല്ലാവരും കൈകൊക്കുമെന്ന് പറയുന്നത് റെസ്പെക്ട്ഫുൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ കൈകൊക്കുമെന്ന് പറയുന്നത്. നിങ്ങൾ വിലയിരുത്തണം. നിങ്ങൾ ഇന്നലത്തെ ഈ സമയം, ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ 11:50 ഒരു മണിയുടെ മുമ്പ് ഞാൻ ക്ലോസ് ചെയ്യും, 12:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോ ഒരു ഇന്നലത്തെ 10 മണി മുതൽ ഇന്നത്തെ 10 മണി വരെയുള്ള സമയം, 10 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ ഒരുമിച്ച്. ഈ 10 മണി വരെയുള്ള സമയത്തിനിടയിൽ നമ്മുടെ മക്കളോട് വളരെ സന്തോഷമുള്ള രീതിയിൽ, അവരെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു 5 മൊമെന്റ്സ്, 5 സമയം റെസ്പെക്റ്റീവ്ലി മക്കളോട് ബിഹേവ് ചെയ്ത, മക്കളോട് പെരുമാറിയ എത്ര രക്ഷിതാക്കൾക്കാണ്? നിങ്ങൾ ആലോചിച്ചു. ഒരു 5 സമയമെങ്കിലും വളരെ റെസ്പെക്റ്റീവായി മക്കളോട് പെരുമാറി. ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളിൽ ഒരാളോട് സംസാരിക്കണം, നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ ഞാൻ എത്ര റെസ്പെക്റ്റീവായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുക? നിങ്ങൾ എന്നോട് സംസാരിക്കാൻ പേഴ്സണലി എത്ര റെസ്പെക്റ്റീവായിട്ട് സംസാരിക്കണം? ഇതുപോലെ നിങ്ങൾ മക്കളോട് നിങ്ങൾ സംസാരിക്കാറുണ്ടാവും. പലപ്പോഴും ഇല്ല എന്നതാണ്.
വൈനോ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ഇതിനാണ് മാറ്റം വരേണ്ടത്. ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വരിക, സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു കുട്ടിയെ എങ്ങനെ സ്വീകരിക്കണം? സ്കൂളിലേക്ക് രാവിലെ എഴുന്നേൽക്കുന്ന ഒരു സമയത്ത് കുട്ടി എങ്ങനെ ആയിരിക്കണം? ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്ന സമയങ്ങളാണ്. എല്ലാ വിഷയത്തിലും ഇപ്പൊ ചോദിക്കും. ഇപ്പൊ രാവിലെ ഒരു കുട്ടി എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കുട്ടി നമ്മുടെ മുഖം കാണേണ്ടത് സന്തോഷത്തോടെയായിരിക്കും. നമ്മുടെ ശബ്ദം കേൾക്കേണ്ടത് വളരെ സന്തോഷമുള്ള ശാന്തതയുള്ള ശബ്ദമായിരുന്നു. ഇവിടെ പലർക്കും ചോദ്യമുണ്ടാകും, 10 തവണ വിളിച്ചിട്ട് എഴുന്നേൽക്കാത്തവനെ എങ്ങനെയാ പിന്നെ ശാന്തതയോടെ വിളിക്കുക? അവിടെ എന്താ വിഷയം? നാം കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കോൺഫ്ലിക്റ്റ് മോഡിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കുട്ടിയെ വിളിക്കുന്നത് എപ്പോഴാണെന്ന് ആലോചിച്ചു. ആദ്യത്തെ വിളി ഒന്ന് നമ്മുടെ ദോശയുടെയോ അല്ലെങ്കിൽ ഈ പിന്നെ മറ്റേതെങ്കിലും ഇതിന്റെയൊക്കെ ഇഡ്ഡലിയുടെയോ ഒക്കെ ഈ ചൂടിലാണ് നമ്മൾ ആദ്യത്തെ വിളി കുട്ടിയെ വിളിക്കുന്നത്. ഞാൻ വിളിക്കുന്നത് ആദ്യത്തെ വിളി തന്നെ. സത്യത്തിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തലേ ദിവസം വൈകിയും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്ന നല്ലൊരു ക്വാളിറ്റി ടൈമിലാണ് കുട്ടിയോട് ചോദിക്കേണ്ടത്, മോനെ മോളെ രാവിലെ എഴുന്നേൽക്കണോ? വേണം. രാവിലെ എഴുന്നേൽക്കാൻ അമ്മ അല്ലെങ്കിൽ ഉമ്മ മോനെ എങ്ങനെയാണ് വിളിക്കേണ്ടത്? മോനെ എങ്ങനെ വിളിക്കണം? നിങ്ങൾ പരസ്പരം സംസാരിക്കണം. ചില കുട്ടികൾ പറയുന്നത് നിങ്ങൾ വിളിച്ചിട്ട് എഴുന്നേറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ അവർ പറയും. തമ്മിൽ ധാരണയായത് മാത്രമേ ചെയ്യാവൂ. എങ്ങനെ വിളിക്കണം, ഏത് വാക്ക് ഉപയോഗിക്കണം വരെ ചോദിക്കണം. ഏത് വാക്ക് ഉപയോഗിക്കണം എന്ന് ചോദിക്കണം. അങ്ങനെയാണ് മക്കളോട് ബിഹേവ് ചെയ്യുക. അത് മാത്രമേ ചെയ്യാവൂ. അതിൽ പിന്നെ വെള്ളം തീർക്കരുത്. 2 കൂട്ടർ ഒന്നിച്ചിരുന്ന് തീരുമാനിക്കുക. അത് മാത്രം ചെയ്യുക. അത് ശാന്തമായി തരും. പിന്നൊന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ വീട്ടിലൊരു സ്റ്റാർ സിസ്റ്റം നടപ്പിലാണ്. എന്താ സ്റ്റാർ സിസ്റ്റം? നിങ്ങൾ അവിടെ കാണുന്നില്ലേ ഒരു വെള്ള ചാർട്ട് പേപ്പർ? അതേപോലെയുള്ള ചാർട്ട് പേപ്പർ വാങ്ങും. ആ ചാർട്ട് പേപ്പറിൽ നിങ്ങളുടെ വീട്ടിലുള്ള മക്കളുടെ പേരിന് നേരെ കോളങ്ങളും ചേർക്കുക. അതായത് വാങ്ങേണ്ടത് ഒരു ചാർട്ട് പേപ്പർ 2 or 3 കളറിലുള്ള മാർക്കർ പേന. അവിടെ 3 കളറോ 4 കളറോ പേന കാണും. ഇത് കളർ കാണും. അതുപോലെ 3 അതിലധികമോ കളറുള്ള പേന വാങ്ങും, മാർക്കർ. അതിന്റെ കൂടെ അവിടെ പൊട്ടിച്ചത് കാണില്ലേ ഡബിൾ സൈഡ് സ്റ്റിക്കർ, അതുപോലുള്ള സ്റ്റിക്കർ വാങ്ങും. കൂടെ നിങ്ങളൊരു A4. എന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് വിശദമായി ഞാൻ വേറെ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോ പറ്റുന്നവരൊക്കെ സ്റ്റാർ സിസ്റ്റം എന്നൊരു വീഡിയോ നിങ്ങളുടെ പാരന്റ്സ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതുപോലെ ഫോളോ ചെയ്യും. 1, 2, 3 തവണ കണ്ടു നോക്കണം. തെറ്റിയാൽ റിസൾട്ട് പോകും. വളരെ സിമ്പിളാണ്. ഇതിൽ ഒരു കുട്ടി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ക്രൈറ്റീരിയ തീരുമാനിക്കും. അത് ചെയ്താൽ സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കുന്ന സ്റ്റാറാണ് വാങ്ങേണ്ടത്. ആ സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കണം കുട്ടിക്ക്. ഓരോ കാര്യം ചെയ്താൽ രാവിലെ എഴുന്നേറ്റാൽ 2 സ്റ്റാർ. എങ്ങനെയാണ് 2 സ്റ്റാർ? ഇപ്പോൾ 6 മണിക്കാണ് എഴുന്നേൽക്കേണ്ടത്. അപ്പൊ 6 മണിക്ക് മുമ്പ് എഴുന്നേറ്റാൽ 2 സ്റ്റാർ. 6 മണിക്ക് ശേഷം എഴുന്നേറ്റാൽ 1 സ്റ്റാർ. എഴുന്നേറ്റാൽ 1 സ്റ്റാർ ഉണ്ടാകും. 2, കുട്ടി രാവിലെ ബ്രഷ് ചെയ്താൽ 1 സ്റ്റാർ. 3, രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ 1 സ്റ്റാർ. 4, രാവിലെ എഴുന്നേറ്റ് പുതപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കി വെച്ചാൽ അതിനൊരു സ്റ്റാർ. ഇങ്ങനെ അവർ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾക്കൊക്കെ സ്റ്റാർ തീരുമാനിക്കുന്നു. ക്രൈറ്റീരിയാസ് ഓഫ് സ്റ്റാറിന്റെ ക്രൈറ്റീരിയ. അതുപോലെ ചെയ്താൽ ഉടനെ നിങ്ങൾ സ്റ്റാർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം, ഒട്ടിച്ചു കൊടുക്കണം. അത് ചെയ്യേണ്ടത് പാരൻസാണ്. അപ്പോൾ ഒരിക്കലും കമ്പലിക്ക് വേണ്ട, നിർബന്ധിക്കലും വേണ്ട. തലേ ദിവസം തീരുമാനിക്കുന്നു, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? വളരെ ശാന്തമായി നിങ്ങൾക്ക് അവരെ എതിരേൽക്കാൻ പറ്റും. നല്ല മോൻ പുഞ്ചിരിച്ച് ഹഗ് ചെയ്ത് നിങ്ങൾക്ക് മക്കളെ എഴുന്നേൽക്കുമ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കുട്ടിയുടെ മനോമുകുരത്തിൽ തെളിയേണ്ടത്, കുട്ടിയുടെ മനസ്സിൽ തെളിയേണ്ടത് എൻ്റെ ഉമ്മയുടെ, എൻ്റെ അമ്മയുടെ, എൻ്റെ അച്ഛൻ്റെ ആ ഫേസാണ്. സന്തോഷമുള്ള ഫേസ്. അമ്മയെ കാണണം എന്ന ഒരു ചിന്തയോടെയാണ് രാവിലെ എഴുന്നേറ്റ് ഫേസ് ചെയ്യുന്നു, ഹഗ് ചെയ്യുന്നു. എന്നിട്ട് പരസ്പരം അത് ഇത് ചെയ്യുന്നു പറയേണ്ട ആവശ്യം വരരുത്. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു ഗസ്റ്റ് വരുന്നത് പോലെ സ്വീകരിച്ച് ശീലിക്കണം.
നിങ്ങളുടെ മക്കൾ ഉന്നതരാകാൻ, മക്കളുടെ പെരുമാറ്റം സൂപ്പറാകാൻ അവരോട് കുറേ പ്രഭാഷണം നടത്തണ്ട, കുറെ ക്ലാസ് എടുക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അവരോട് ബിഹേവ് ചെയ്യുന്നത് ഒരു ഗസ്റ്റിനെ പോലെ ബിഹേവ് ചെയ്യിക്കണം. എപ്പോൾ, എല്ലായ്പ്പോഴും അല്ല, അത്തരം നിമിഷങ്ങളിൽ വീട്ടിലേക്ക് വരുമ്പോൾ ക്ഷയിക്കാൻ ചെയ്യണം. നല്ല റെസ്പെക്റ്റീവായ വേർഡുകൾ, നല്ല ആദരണീയമായ വാക്കുകൾ ഉപയോഗിക്കണം. അങ്ങനെയാണ് അവർ സ്വീകരിക്കുക, സന്തോഷത്തോടെ സ്വീകരിക്കുക. വീട്ടിൽ സ്കൂൾ വിട്ടു വരുമ്പോ ഇന്ന് ക്ലാസ്സിലൊക്കെ നല്ല അച്ചടക്കായിരുന്നോ, എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥന്റെ ചോദ്യം ചോദിക്കരുത്. ഒരു കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്റെ ചോദ്യം രക്ഷിതാവിന് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ചോദിക്കരുത്. കുട്ടിക്ക് തോന്നും ഇവിടെ വരണ്ടയില്ലായിരുന്നു, വേറെ ഏതെങ്കിലും പോയാൽ മതി. ചെറിയ കുട്ടികളോടൊക്കെ ചിലപ്പോൾ ചില രക്ഷിതാക്കൾ അങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പോ ഒരു ദിവസം ഞാൻ കണ്ടിട്ട് ആശങ്കപ്പെട്ടു. ചെറിയ കൊച്ചു കുഞ്ഞ് സ്കൂൾ വിട്ട് വന്ന് ഉടനെ രക്ഷിതാവ് ചോദിക്കുക, ഇന്ന് പാത്രം മര്യാദയ്ക്ക് കഴുകിയിരുന്നോ, ഭക്ഷണം കൊണ്ടുപോയ പാത്രം കഴുകിയിരുന്നോ, അതുപോലെ കൊണ്ടുപോയ ഭക്ഷണം പൂർണ്ണമായി കഴിച്ചിരുന്നോ അല്ലെങ്കിൽ കളഞ്ഞിരുന്നോ. ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചോദ്യം ചോദിക്കരുത്. ബാഡ് ഹാബിറ്റ് ആണ്. കുട്ടി അത് പഠിക്കും, പോലീസിന് പഠിക്കും. അത് ലൈഫിൽ വേണ്ട, അത് ഭരണകൂടത്തിലൊക്കെയാണ് വേണ്ടത്. ലൈഫിൽ വേണ്ടത് ലവിങ് മൂവിങ് ആണ് വേണ്ടത്, സ്നേഹമുള്ള പെരുമാറ്റമാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവരത് ഫോളോ ചെയ്യും. നമ്മുടെ മക്കൾ ഹൈലി പ്രൊഫഷണലായി വളരും. ഈ ഒരു ബിഹേവിയർ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ എപ്പോഴെപ്പോഴും കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരോട് വളരെ ഡീസന്റ് ആയിട്ട് നമ്മൾ സമീപിക്കണം, പെരുമാറണം. ഈ പെരുമാറ്റ ശൈലി ഉണ്ടായാൽ തന്നെ മക്കൾ ഉന്നതരാകും. ഇവിടെ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്ത് പറയാണ്. പാരന്റിങ് കറക്റ്റ് ഏതാണ്? പാരന്റ്സിനും ചിൽഡ്രൻസിനും, അതായത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഹാപ്പിനെസ് ഉണ്ടാവുകയും ചെയ്യണം. അതോടൊപ്പം ഔട്ട്കം, കിട്ടുന്ന നേട്ടം റെഡിയായി. കുട്ടികൾ പഠനത്തിൽ ഉഷാറാകണം, സ്വഭാവത്തിൽ ഉന്നതരാകണം, കുട്ടികളുടെ സ്കില്ലുകളിൽ കുട്ടികൾ ഉന്നതരാകണം. അതോടൊപ്പം നമുക്ക് രണ്ടു കൂട്ടർക്കും ഹാപ്പിനെസ് കിട്ടണം. ഇങ്ങനെയാകുമ്പോഴാണ് കുട്ടികൾ വിജയികളാകുന്നത്, കുട്ടികൾ ഉന്നതരാകുന്നത്. ഇപ്പൊ പരീക്ഷയോടടുത്ത് നിൽക്കുന്ന സമയമാണ്. പരീക്ഷയോടടുത്ത് നിൽക്കുന്ന സമയത്ത് നേരത്തെ പഠിക്കാത്ത ഒരു കാലയളവ്, കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു കാലയളവിന് തിരിച്ചു കിട്ടുമോ? 2025 ഡിസംബർ അതിന് തിരിച്ചു വരുമോ? ഇല്ല. ഇനിയുള്ള സമയം, ആ സമയം യൂസ്ഫുൾ ആക്കുകയാണ് ഇനി ചെയ്യുന്നത്. അതിനാദ്യം വേണ്ടത് ശാന്തതയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതില് ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വന്നു, നല്ല കളർഫുൾ ആയ ചോദ്യം. ആ ചോദ്യത്തിൽ ഒന്ന് ഇങ്ങനെയായിരുന്നു: നമ്മൾ മൈൻഡിലേക്ക് കാര്യങ്ങൾ എത്താൻ 2 തരം മോഡ് ഉപയോഗിക്കും. ഒന്ന് ഹാപ്പിനെസ് മോഡ്, മറ്റൊന്ന് ഫിയർ മോഡ്. ഫിയർ മോഡ് ഉണ്ടായത്, അതായത് ഒരു കുട്ടിയെ തല്ലിയാൽ പെട്ടെന്ന് തന്നെ മൈൻഡിലേക്ക് അത് സ്പീഡായിട്ട് എത്തൂലേ, അതുകൊണ്ട് തല്ലല്ലേ നല്ലതെന്നാണ് ഒരു ചോദ്യം. എന്താ നിങ്ങളുടെ സപ്പോർട്ട് ഇതിനോടാണ്? എന്നാൽ അതിന്റെ സൈക്കോളജി എന്താണ്, അതിന്റെ സയൻസ് എന്താണെന്ന് പറയുക? തല്ലിയാൽ ബ്രെയിനിൽ വേഗം എത്തും, പക്ഷെ മൈൻഡിൽ നിൽക്കും. ഫിയർഫുൾ ആയിട്ടൊരു മെസ്സേജ് പോയാൽ ആ ഫിയർഫുള്ളി പോകുന്ന മെസ്സേജ് ഒരിക്കലും മൈൻഡിൽ ആക്സെപ്റ്റബിൾ ആയി തുടരൂല. പെട്ടെന്ന് റിമൂവബിൾ ആയി പോകും, പെട്ടെന്ന് അത് ഊരിപ്പോകും. അപ്പൊ എന്താ വേണ്ടത്? ഹാപ്പിയസ്റ്റ് മോഡിൽ ചെല്ലുന്നതാണ്. ലോങ് ടൈം നിൽക്കൽ എപ്പോഴാണ്, സ്റ്റേബിൾ ആകുന്നത് എപ്പോഴാണ്, നിലനിൽക്കുന്നത് എപ്പോഴാണ്, അത് ഹാപ്പിനെസ് മോഡിൽ ചെയ്യുക. അതിനെന്താ വേണ്ടത്? ആദ്യം നമ്മൾ കാഴ്ചപ്പാടുകൾ മാറ്റണം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും. നമ്മൾ പരമ്പരാഗതമായി പലരിലും ചില പ്രേതങ്ങൾ കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് പരീക്ഷ. പരീക്ഷ ഭയമുള്ളതോ സന്തോഷമുള്ളതോ? എല്ലാവരും ഒന്ന് ആൻസർ പറഞ്ഞു. പരീക്ഷ ഭയമുള്ളതോ സന്തോഷമുള്ളതോ? കൂടുതൽ ആൻസർ ഭയമുള്ളത്. സത്യതാണോ? സ്കൂളിൽ എത്ര സമയം മുതലാണ് തുടങ്ങുന്നത്? എത്ര സമയം മുതൽ? 9 മണി മുതൽ 9:30 അല്ലേ? എത്ര സമയം വരെ? എത്ര മണി വരെ? 3:30 മണി വരെ. എക്സാം ഉള്ള ദിവസം ഓർമ്മ ഉണ്ടോ? എക്സാം കഴിഞ്ഞില്ലേ? എക്സാം എത്ര മണി മുതൽ? 9:30 മണിക്ക് തുടങ്ങും. എത്ര മണി വരെ? 9 മണിക്ക് തുടങ്ങും എക്സാം. 9 മണിക്ക് തുടങ്ങും. 10 മണിക്ക്. എത്ര മണി വരെ? 12:30 വരെ. ഏതാണ് എളുപ്പം?
പരീക്ഷയാണോ സ്കൂളാണോ? രണ്ട്, സ്കൂളിലേക്ക് വരുമ്പോൾ പുസ്തകം ഒരു ബാഗ് നിറയെ ഉണ്ടാവില്ലേ? ഇല്ലേ? പരീക്ഷയ്ക്ക് വരുമ്പോൾ പുസ്തകം വേണോ? ഏതാ എളുപ്പം? മൂന്ന്, ഞാനിത് പറയുന്നത് ഇല്ലാത്തത് പറയണോ? ശരിയല്ലേ? മൂന്നാമത്തത്, സ്കൂളിന്റെ ദിവസവും ഒരു ചോദ്യം ചോദിച്ചു ഒരു ടീച്ചർ, കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പൊ ചോദിക്കൂലേ എന്താ കിട്ടാത്തത്, പഠിക്കാത്തത് ചോദിക്കൂലേ? പരീക്ഷയുടെ ദിവസം ഒരു ചോദ്യത്തിന്റെ ആൻസർ കിട്ടാതിരുന്ന ടീച്ചർ ചോദിക്കുമോ? ഇല്ല. ഏതാ എളുപ്പം? പരീക്ഷ എന്ന് പറയുന്നത് ഫിയർലെസ്ഡ് ഒരു പ്രോഗ്രാമാണ്, പ്രോസസ്സാണ് എക്സാം. എക്സാം എന്ന് പറയുന്നത് ഫിയർലെസ്ഡ് ആണ്, അല്ലേ? പിന്നെ എവിടെയാ കാര്യം? അത് വർഷത്തിന്റെ തുടക്കം മുതലേ പഠിക്കണം. അതിൽ പരീക്ഷയ്ക്ക് കുഴപ്പം? പരീക്ഷയ്ക്ക് കുഴപ്പമില്ല. നിങ്ങളുടേത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഒരുക്കം, അറേഞ്ച്മെന്റ്സ്, അതിൽ മാത്രമേ വിഷയം. ഇനി പോട്ടെ, ഇവിടെ അങ്ങോട്ടുള്ള സമയം, ഈ ജനുവരി ഫെബ്രുവരി മാസം നിങ്ങൾ പരീക്ഷ കളറാക്കാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ ഇല്ലാത്ത പ്രേതത്തെ കളയണം. ഈ സദസ്സിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളാണ് ആദ്യം കളയേണ്ടത്. കാരണം എന്താ? നമ്മളാണ് ഒരു ദിവസം ആവർത്തിച്ച് ഈ പ്രേതമന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. പരീക്ഷ 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 പരീക്ഷ. ഈ പ്രേതമന്ത്രങ്ങളെ ഉപേക്ഷിക്കുക. പരീക്ഷ എന്ന് പറയുന്നത് ഭയം ചേർന്നതല്ല. പരീക്ഷ എന്ന ആ ഒരു ഏരിയ അത് ഫിയർലെസ്ഡ് ആണ്. പിന്നെ എന്ത് വേണം? പരീക്ഷയിൽ ജയിക്കണം. അതിന് പരീക്ഷയെ ഭയപ്പെടണോ? ഭയം നല്ലതാണോ? അല്ല. അപ്പൊ എന്ത് വേണം? നാം പഠിക്കേണ്ട രീതിയെ കുറച്ചും കൂടി സയന്റിഫിക് ആക്കണം. പഠിക്കേണ്ട രീതിയെ സയന്റിഫിക് ആക്കണം. അത് നിങ്ങൾ ഈ പ്രേതമന്ത്രങ്ങളെ ഉപേക്ഷിച്ച് ശാന്തി മന്ത്രം കൊണ്ടുവരാം. ഞാനൊരു നല്ലൊരു ശാന്തി മന്ത്രം എക്സാമിന് വേണ്ടി പറയട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, മക്കളോട് ഇപ്പൊ ചെയ്യാൻ പറയേണ്ടത് ഞാൻ ഇവിടെ പറയുന്നുണ്ട്, അത് ടീച്ചേഴ്സ് ചെയ്തോളൂ, നിങ്ങൾ സപ്പോർട്ട് ചെയ്തത്. ഈ മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഒരു 5 A4 പേപ്പർ ഇടും. ഒരു 5 A4 പേപ്പർ. ഈ A4 പേപ്പർ ലാൻഡ്സ്കേപ്പിൽ ഇങ്ങനെയല്ല, ലാൻഡ്സ്കേപ്പിൽ ഇടും. ലാൻഡ്സ്കേപ്പിൽ എടുത്തിട്ട് കളർഫുൾ ആയിട്ട് അവർ എഴുതണം. അവരുടെ കൈ കൊണ്ട് മാക്സിമം അവരുടേതായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എഴുത്ത് അവർ എഴുതണം. എന്താണ് എഴുതേണ്ടത്? എക്സാം ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. പരീക്ഷ എന്റെ ഇഷ്ട സുഹൃത്താണ് എന്ന് എഴുതണം. അത് സത്യമാണ്. 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഇഷ്ടമാണ് സ്വാഭാവികമായും 2ാം ക്ലാസ്സിലെത്താൻ, അല്ലേ? 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് 3ാം ക്ലാസ്സിലെത്താൻ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ഇങ്ങനെ ഇത്രയും വർഷം ഈ കുട്ടിയെ ഇഷ്ടത്തോടെ 1ൽ നിന്ന് കുട്ടിയെ 2ലേക്ക് എത്തിക്കാൻ, 2ൽ നിന്ന് 3ലെത്തിക്കാൻ സഹായിച്ച ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എക്സാം. അത് സത്യമാണ്. ഈ സത്യം നിങ്ങൾ ഒരു A4ലേക്ക് പേസ്റ്റ് ചെയ്യൂ, ഒരു A4ലേക്ക് എക്സ്പ്രസ് ചെയ്യൂ, ഡിസ്പ്ലേ ചെയ്യൂ. എന്നിട്ട് അത് നിങ്ങളുടെ വീട്ടിലെ ചുവരിലും അവർ പഠിക്കുന്ന ഇടങ്ങളിലും സ്റ്റിക്ക് ചെയ്യണം. എന്നിട്ട് അവിടെ വെച്ച് എല്ലാ ദിവസവും അവർ 3 തവണ വായിക്കണം. ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ 2 മാസം അവരെന്ത് ചെയ്യട്ടെ? എക്സാം ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഈ സത്യം അവർ വായിക്കട്ടെ. കള്ളങ്ങളെയും ഈ ഇല്ലാത്ത പ്രകടനങ്ങളെയും ഉപരിപ്രവമായ പ്രകടനങ്ങളെയും ഒക്കെ അവർ കളയും. എന്നിട്ട് എന്ത് ചെയ്യണം? ലഭ്യമായ സമയം വളരെ ഒരിക്കലും ഞാൻ എൻ്റെ ഒരു ആശയം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ SSLC ക്ലാസ്സുകാർ, ഈ SSLC വിദ്യാർത്ഥികളെ പലപ്പോഴും കളിക്കാൻ വിടൂല. ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. ചെയ്യേണ്ടത് എന്താണ്? മറ്റു കുട്ടികളൊക്കെ കളിക്കുന്ന അതേപോലെ അവരും കളിക്കണം. പക്ഷെ പഠിക്കാനും സമയം ഉപയോഗിക്കണം. അവർ പഠിക്കാൻ ഉപയോഗിക്കുന്ന സമയം അവരോടുകൂടി ഉഭയസമ്മത പ്രകാരം നേരത്തെ തീരുമാനിക്കണം. ആ തീരുമാനിച്ച സമയം അവർ പഠിക്കണം. നിലവിൽ കഴിഞ്ഞ കാലം ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അതേസമയം ഇവിടുന്ന് അങ്ങോട്ട് അവൈലബിൾ ആയ സമയം നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് അത് നിങ്ങൾ ഒരു ചാർട്ടിലേക്ക് പേസ്റ്റ് ചെയ്യണം. ഒരു മാസം അവൈലബിൾ ആയ സമയം എത്ര? സമയം സ്ലോട്ടുകളാക്കി വെക്കും. ആ സ്ലോട്ടുകളിൽ അവരോട് ചോദിക്കും, ഈ സ്ലോട്ടിൽ, അതായത് 2026 ജനുവരി, ഇന്ന് 3 അല്ലേ,
4-ാം തീയതി ഞായറാഴ്ച 10 മണി മുതൽ 11 മണി വരെ, ഫോർ എക്സാമ്പിൾ ഒരു സ്ലോട്ട്. ഈ സ്ലോട്ടിൽ നീ ഏത് സബ്ജക്റ്റ് പഠിക്കും? പഠിക്കാൻ അവർക്ക് പ്രയാസം ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ പറയുന്നതാണ് പഠിക്കാൻ മടിയാണ്, അല്ലേ? പഠിക്കാൻ മടിയാണ് നമ്മൾ പറയാറുള്ള ഒരാശയാണ്. ചില രക്ഷിതാക്കൾക്ക് പറയും ബുദ്ധിയില്ലാഞ്ഞിട്ടില്ല, ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ പഠിക്കാൻ മടിയാണ്. എന്നാൽ ഒരു സത്യം എന്താണെന്നറിയോ? ലോകത്ത് ഒരു കുട്ടിക്കും മടി എന്ന പ്രശ്നം ഇല്ല. ലോകത്ത് ഒരു കുട്ടിക്കും മടി എന്ന പ്രശ്നം ഇല്ല. അതാണ് സത്യം. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്റെ കുട്ടിക്ക് കാണുന്നുണ്ടല്ലോ. അതിന്റെ ഉത്തരം, മടിക്ക് മറ്റേതോ ഒരു കാരണമുണ്ട്, അതാണ് പ്രശ്നം. ആ പ്രശ്നത്തിന്റെ ലക്ഷണം മാത്രമാണ് മടി. അതുകൊണ്ട് മടിയെ ചികിത്സിക്കേണ്ടതില്ല. ഇത് പറയുമ്പോൾ ചില രക്ഷിതാക്കൾക്കൊക്കെ വല്ലാതെ അസ്വസ്ഥതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ തന്നെ ഒരു സംഭവം പറഞ്ഞു. ഒരു ദിവസം എൻ്റെ ഹാപ്പി സോൺ സെന്ററിൽ വെച്ച് ഒരു പേരൻ വളരെ പ്രയാസത്തോടെ കുറേ വിളിച്ചിട്ട് വന്നതാണ്. അങ്ങനെ വന്നു, അവർക്ക് അപ്പോയിൻമെന്റ് കൊടുത്തപ്പോൾ 9-ാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടി, ഈ കുട്ടിയിട്ടാണ് വരുന്നത്. എന്നോട് പറഞ്ഞു, ഈ കുട്ടിയുടെ മടിയാണ് എൻ്റെ പ്രശ്നം. ഞാൻ ചോദിച്ചു, എന്തിനാണ് മടി? അപ്പൊ അവർ പറഞ്ഞു, എല്ലാറ്റിനും മടിയാണ് പറഞ്ഞു. നമ്മുടെ ഒരു പൊതു സ്വഭാവമാണ്, ഒരു കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ആ പ്രശ്നത്തെ ജനറലൈസ് ചെയ്യും, എന്നിട്ട് ആരോപണങ്ങൾ ചെയ്യും. അതിന്റെ ഭാഗമാണ് ഈ ഒരു പറച്ചിൽ. ഞാൻ അവരോട് വീണ്ടും ചോദിച്ചു, എന്തിനാണ് മടി? അപ്പോൾ അവർ പലതവണ എന്നോട് എന്ത് പറഞ്ഞു, എല്ലാറ്റിനും എന്ന് പറഞ്ഞു. ഒരു വല്ലാത്തൊരു പ്രവണതയാണ്. ഇതുപോലൊരു സെഷനിൽ വെച്ച് ഒരു രക്ഷിതാവ് ഒരു ദിവസം എന്നോട് ചോദിച്ചു, കോഴിക്കോട് ജില്ലയിലെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഒരു പ്രോഗ്രാമായി. അവിടെ വെച്ചാണ് ചോദിക്കുന്നത്. എന്താ ചോദ്യം എന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ മടി മാറാൻ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് കുട്ടിക്ക് മടി? എല്ലാറ്റിനും മടിയാണെന്ന്. അല്ല, വാശി മാറാൻ എന്ത് ചെയ്യണം? ഞാൻ ചോദിച്ചു, എന്തിനാണ് വാശി? എല്ലാറ്റിനും മടി. ഏതാ കുട്ടി? 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് എല്ലാറ്റിനും വാശിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും ഒരു സംഭവം പറഞ്ഞു. സംഭവം പറയാൻ പറഞ്ഞപ്പോൾ അയാൾ കുടുങ്ങി. അവസാനം അയാൾ പലതും പരതിയിട്ട് ഞാൻ ചോദിച്ചു, അവസാനം ഉണ്ടായ ഒരു വാശി പറഞ്ഞാട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മിനിയാന്നാണ് പറഞ്ഞ ഇവിടെ കറക്റ്റ് അല്ലേ, മിനിയാന്നാണ് ഞാൻ വിദേശത്ത് നിന്ന് വന്നത്. ഞാൻ അങ്ങനെ ചോദിക്കുന്നത്, ഇത് കേരളത്തിന്റെയും ബോർഡറാണ്, തമിഴ്നാടിന്റെയും ബോർഡറാണ്. ഒരു പക്ഷേ പ്രയോഗങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഗൾഫിൽ നിന്ന് വന്നത് ഈ 2 ദിവസം മുമ്പാണ്. അന്ന് ഞാൻ എൻ്റെ മോന് വേണ്ടി ഒരു ചെരുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇന്നലെ ഞാൻ അവന് ചെരുപ്പ് കൊടുത്തു, ഈ ചെരുപ്പ് ഇടാൻ പറഞ്ഞു. ഇന്ന് സ്കൂളിലേക്ക് വരുമ്പോഴൊക്കെ ഈ ചെരുപ്പ് ഇടാൻ ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് പറ്റൂല. എന്തുകൊണ്ട്? അത് മടമ്പിന് ഹൈറ്റ് കൂടുതലാണ്, കാലിന്റെ ഹൈറ്റ് കൂടുതലാണ്, അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോ അത് അവൻ വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പഴയ ചെരുപ്പ് ഇട്ട് പോകുന്നു പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്ക് തീരെ മനസ്സിലായി. ഞാൻ ആ രക്ഷിതാവിനോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് എന്താ? കുട്ടിക്ക് വാശിയുണ്ട് എന്നാണോ പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ രക്ഷിതാവിന് വാശിയുണ്ട് എന്നാണോ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ അവർ ചോദിച്ചു, എന്തേക്കും? അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് വാങ്ങി. ആ ചെരുപ്പ് നിങ്ങളെ മകൻ ഇഷ്ടപ്പെട്ടതല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മകൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. മകൻ ഇഷ്ടപ്പെടാത്തത് അവൻ ധരിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പൊ സദസ്സിൽ എല്ലാവരും ചിരിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെ ആരുടെ പ്രശ്നത്താ? ആർക്കാണ് വാശി? നിങ്ങൾ ആർക്കാ വാശി? കുട്ടിക്കാണോ? ആണോ? കുട്ടിക്കാണ് വാശി എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? സത്യത്തിൽ ഇവിടെ പാരന്റിനാണ് വാശി, കുട്ടിക്കാണോ? അല്ല. ഇവിടെ ഞാൻ ഈ വന്നപ്പോൾ രക്ഷിതാവിനോട്, നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല, ഞാൻ ഈ പെൺകുട്ടിയുടെ വിഷയത്തിൽ ഈ രക്ഷിതാവിനോട് ചോദിച്ചു, എന്തിനാണ് മടി? അപ്പൊ എല്ലാറ്റിനും പറഞ്ഞു. പലതവണ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എല്ലാറ്റിനും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? അതിൽ മടിയുള്ള കാര്യം പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പൊ പലതും പറഞ്ഞു, അതെല്ലാം അവസാനിച്ചു. പറഞ്ഞതോടെ അവസാനിച്ചു. അവസാനം ഒന്ന് മാത്രം ബാക്കിയായി. അവിടെ ഒന്നാണെന്നറിയാം, വായിക്കാൻ മടിയെന്ന് അറിയാം. ഈ വായിക്കാൻ മടിയാണ് എന്നുള്ളത് മാത്രം സ്ഥിരപ്പെട്ടു, ബാക്കിയെല്ലാം അവസാനിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് നോക്കാം. കാരണം ആദ്യം പ്രശ്നം കണ്ടതാണ്, നല്ല പരിഹാരം. അപ്പൊ വായിക്കാൻ മടിയാണെന്ന് വന്നപ്പോ ഞാനും ഇയാളും കൂടി ഇതുപോലെ ഒരു പ്രൊജക്ടർ അന്ന് എൻ്റെ ഇതിലുണ്ടായിരുന്നു. ഈ പ്രൊജക്ടർ ഒന്നും ആവശ്യമില്ല, അതായത് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു.
നല്ല സിമ്പിളാണ്. ഇതിന്റെ 2 ഇരട്ടി വലുപ്പമുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു പ്രൊജക്ടറായിരുന്നു. ഞാൻ എൻ്റെ ലാപ്പ് കണക്ട് ചെയ്തു. ഒരു മലയാളത്തിലെ ഒരു കഥയെടുത്തു, ഒരു മീൻ കഥ. ആ കഥ എടുത്തിട്ട് അത് ഇട്ടു. ഞങ്ങൾ 3 പേരും ഇങ്ങനെ വാളിലേക്ക് ചുമരിലേക്ക് തിരിഞ്ഞിരുന്നു. ഞാൻ, ഈ രക്ഷിതാവ്, മകൾ. സ്ക്രീനിൽ ഇത് കാണാം, ഈ മലയാളത്തിലുള്ള കഥ കാണാം. ഞാൻ ചോദിച്ചു രക്ഷിതാവിനോട്, നിങ്ങൾക്കത് വായിക്കാമോ എന്ന് ചോദിച്ചു. രക്ഷിതാവ് വായിച്ചു. ഞാനും കേട്ടു, മകളും കേട്ടു. ശേഷം ഞാൻ പറഞ്ഞു, മകളെ നീ ഒന്ന് വായിച്ചാൽ മകൾക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ രക്ഷിതാവ് പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളെ സമയം കഴിഞ്ഞു, ഇനി ഞാൻ പറഞ്ഞാൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഓക്കെ. അങ്ങനെ കുട്ടിയോട് വായിക്കാൻ പറഞ്ഞപ്പോൾ പറ്റുന്നില്ല. കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ വായിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, മോളൊന്ന് അടുത്തോട്ട് നിന്നാണ്ട്, കുറച്ചും കൂടി അടുത്തോട്ട് നിന്നു. അടുത്തോട്ട് നിന്നപ്പോൾ വായിക്കാൻ തുടങ്ങി. കുട്ടി അടുത്തോട്ട് പോയി പൂർണ്ണമായി വായിച്ചു. എന്താ സംഭവിച്ചതെന്നറിയാം? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, കഴിയുന്നതും നാളെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഏറ്റവും അറിയപ്പെട്ട നല്ലൊരു ഐ ഹോസ്പിറ്റലിൽ, കണ്ണാശുപത്രിയിൽ പോകണം. എന്നിട്ട് മകളെ കാണിക്കണം. ഞാൻ ഉണ്ടായ വിവരങ്ങൾ അതിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ചെക്ക് ചെയ്തിട്ട് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയും കുട്ടി രക്ഷിതാവിൻ്റെ അടുത്ത് വന്നു. കുട്ടി നല്ലൊരു കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു. രക്ഷിതാവ് എന്നോട് പറഞ്ഞു, ഇപ്പൊ വായിക്കുന്ന കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ രക്ഷിതാവ് എന്നോട് പറഞ്ഞിരുന്നു നേരത്തെ, ഞാൻ ഈ കുട്ടിയുടെ മടി കാരണം പലപ്പോഴും വീട്ടിൽ വെച്ചും അതുപോലെ ഫാമിലി പല ഗാദറിങ്ങിലും പല സദസ്സുകളിലും വെച്ച് ഞാൻ ഈ കുട്ടിയെ തല്ലിയിട്ടുണ്ടായിരുന്നു, വെറുപ്പുകൊണ്ട്. സ്കൂളിലൊക്കെ പലപ്പോഴും ഞാൻ ഈ കുട്ടി കാരണം അപമാനിക്കപ്പെട്ടു എന്ന ചിന്ത കാരണം പലപ്പോഴും ഞാൻ ക്രൂരമായി കുട്ടിയോട് പെരുമാറുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അയാൾ ഇരുത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾ മുമ്പ് തല്ലിയതൊക്കെ ഇനി എന്ത് ചെയ്യും? ഈ കുട്ടിയെ സമൂഹം മധ്യ ആക്ഷേപിച്ചതും അധിക്ഷേപിച്ചതും ഒക്കെ ഇനി എന്ത് ചെയ്യും? ആ രക്ഷിതാവിന്റെ കണ്ണുനീരുകൾ ഇങ്ങനെ തുള്ളിയായി ഗീഷയിലേക്ക് ഒഴുകി ഇറങ്ങാൻ തുടങ്ങി. ഞാൻ പറയുന്നു, എല്ലാ കുട്ടികളുടെ മടിക്കും ഒരു കാരണമുണ്ടാകും. ആ കാരണം കണ്ടെത്താനുള്ള മാനുഷിക ബാധ്യതയുള്ളവരാണ് നാം രക്ഷിതാക്കൾ. മക്കളെ ചീത്ത വിളിക്കരുത്, മക്കളെ അപമാനിക്കരുത്. അത് അനുവദനീയമല്ല, മാന്യതയല്ല, അത് മനുഷ്യത്വമല്ല. ഒരു കുട്ടി എഴുതാൻ പറഞ്ഞത് എഴുതുന്നില്ല, അതിനൊരു കാരണമുണ്ടാകും. ഒരു കുട്ടി പഠിക്കാൻ പറഞ്ഞത് പഠിക്കുന്നില്ല, ഒരു കാരണമുണ്ടാകും. ആ കാരണം കണ്ടെത്തി അവരെ സഹായിക്കാനുള്ള മാനുഷിക ബാധ്യത, ഒരു ഹ്യൂമിലിറ്റി, അത് നമ്മുടേതാണ്. അത് നാം നിർവഹിക്കണം. അതുകൊണ്ട് തന്നെ ഒരു SSLC-കാരനോ അല്ലാത്തവരോ പഠനത്തിൽ പിന്നോക്കം പോകുന്നുണ്ടെങ്കിൽ അവരെ ചീത്ത വിളിക്കുന്നത് എന്തിനാ? നിങ്ങളത് പഠിക്കൂ, നമുക്കൊന്നിച്ചിരുന്ന് കണ്ടെത്താം. വല്ലപ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളെ നാം സഹായിക്കാം. നമുക്കൊന്നിച്ചിരുന്ന് മക്കളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കട്ടെ. അതവരുടെ റൈറ്റ് അല്ലേ? അപ്പോഴല്ലേ നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്. അവർ സ്കൂളിൽ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവരിൽ എവിടെയെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസം കണ്ടെത്തി അവരെ സഹായിക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ, നാം ടീച്ചേഴ്സും നാം പാരൻസും റെഡിയാണെങ്കിൽ, തീർച്ചയായും അവർ നമ്മളെ നല്ല നാളെയുടെ സൃഷ്ടിപ്പുകാരായി മാറും. നമ്മുടെ നാട് നാളെ നന്നാകും. നമ്മുടെ നാട് നാളെ സന്തോഷം കളിയാടുന്നതാകും. നമ്മുടെ വീടുകൾ സന്തോഷമുള്ളതും സമൃദ്ധിയുള്ളതും ആരോഗ്യമുള്ളതും ഐശ്വര്യമുള്ളതുമാകും. ഐശ്വര്യം എന്നത് കേവലം സാമ്പത്തികം മാത്രമല്ല. നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകണം, നമ്മുടെ മക്കൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകണം. അതിന് പറ്റും വിധം മക്കളുടെ കൂടെ നിൽക്കാൻ നമുക്ക് പറ്റിയാൽ തീർച്ചയായും നമുക്ക് ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇടപെടാനുള്ള ഏതെങ്കിലും വിഷയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഞാൻ ഇനിയുള്ള ഒരു 10 മിനിറ്റിനുള്ളിൽ പറയാൻ പോകുന്നത് ഹാപ്പി സോൺ ഉദ്ദേശിക്കുന്ന ഒരു സ്കൂൾ പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ പ്രൊജക്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഗ്രാഫ് ഉയർത്തിക്കൊണ്ടുവരികയും ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ കുട്ടികളിലെ എല്ലാ പ്രശ്നങ്ങളും കണ്ടെത്തി അവരെ പരിഹരിച്ച് എല്ലാ കുട്ടികൾക്കും മാക്സിമം ലെവൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ പുരോഗമിപ്പിച്ചു കൊണ്ടുവരിക എന്നതാണ് ഹാപ്പി സോണിന്റെ ഈ പ്രൊജക്ടിന്റെ ലക്ഷ്യം.